guys, welcome to my YouTube channel Copious Max. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഭാഗത്തിൽ മുഴുവൻ ഭാഗവും ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. സോ അതിൻ്റെ ബാക്കിയും പിന്നെ നമുക്ക് തുടർന്നുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. Question number 32 പറയുന്നു Kerala Traders Cooperative Limited wishes to test whether the three salesmen A, B, C tend to make sales of same size or whether they differ in their selling ability as measured by the average size of their sales. During the last week, there have been 14 sale calls. A made 5 calls, B made 4 calls, C made 5 calls. Following our weekly sales record of 3 salesmen. എന്നിട്ട് അതിൻ്റെ 3 സെയിൽസ്മെൻ്റെ ഡാറ്റാസ് വന്നിട്ടുണ്ട്. പെർഫോം അനാലിസിസ് ഓഫ് വേരിയൻസ് ആൻഡ് ഡ്രോ യുവർ കൺക്ലൂഷൻ. അനോവ ടേബിൾ അനാലിസിസ് ഓഫ് വേരിയൻസ് ടേബിളും അതിൻ്റെ പാറ്റേണും ആദ്യം പഠിക്കാം. എന്നിട്ട് അതെങ്ങനെ ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാമെന്ന് പറയാം. സോ നമ്മുടെ അനോവ ടേബിളിൻ്റെ ഏകദേശ രൂപം ഇങ്ങനെയാണ് വരുന്നത്. സോഴ്സ് ഓഫ് വേരിയേഷൻ ബിറ്റ്വീൻ ദ സാമ്പിൾസ്, അതായത് നമുക്ക് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണത് അനോവയിൽ അല്ലേ. ആ വേരിയൻസ് വേരിയൻസിന് എഫ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്താലാണ് നമുക്ക് ആ വേരിയൻസ് കിട്ടുക. സോ ഈ ഒരു ടേബിൾ കിട്ടാൻ നമുക്ക് ഇതിലെ ഓരോ വാല്യൂസും നമുക്ക് അറിയണം അല്ലേ. SSC എന്നാൽ മാത്രമേ നമുക്ക് MSc കാണാൻ പറ്റുള്ളൂ. SSCയും കിട്ടിയിട്ട് വേണം നമുക്ക് MSc കാൽക്കുലേറ്റ് ചെയ്യാൻ, എന്നിട്ട് വേണം എഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ നമുക്ക് ഈ ഒരു ടേബിളിന് വേണ്ടതൊക്കെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരാം, എന്നിട്ട് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്ത് എഴുതാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മുടെ സെയിൽസ്മാൻ എ, സെയിൽസ്മാൻ ബി, സെയിൽസ്മാൻ സി എന്ന് പറഞ്ഞിട്ട് എഴുതണം. അതിൻ്റെ ടോട്ടൽ തന്ന ഡീറ്റെയിൽസ് എഴുതണം. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് ഫൈനലി അനോവ ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ. സോ അതിൻ്റെയൊക്കെ മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ അസംഷൻ തയ്യാറാക്കണം. ഇപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഈ ടേബിൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് അസ്യൂം ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അസംഷൻ എഴുതണം. എന്ത്, മീൻ ഓഫ് ദീസ് 3 ആർ ഈക്വൽ, അതായത് ഈ 3 കോളത്തിൻ്റെയും മീൻ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇവിടെ നമുക്ക് ആകെ ഒരു വേരിയബിളല്ലേ ഉള്ളൂ, അതായത് സെയിൽസ്മാൻ്റെ കോൾ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ പ്രോബ്ലത്തിൽ നമുക്ക് വർക്കേഴ്സിൻ്റെ വേരിയൻസും മെഷീൻസിൻ്റെ വേരിയൻസും മറ്റേ ടൈം കാണേണ്ടി വരും. അപ്പോൾ നമ്മൾ 2-way ക്ലാസിഫിക്കേഷൻ മോഡൽ എടുക്കുക. ഇവിടെ നമുക്ക് ഒറ്റ വർക്കേഴ്സിന് മാത്രമേ ഉള്ളൂ, സെയിൽസ്മാന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് 1-way ക്ലാസിഫിക്കേഷൻ മോഡലാണ്. സോ നമുക്ക് H0 ഇവിടെ 1 വരുള്ളൂ, അവിടെ 2 H0 വരും 2-wayയിൽ, ഇവിടെ ഒരൊറ്റ H0 വരും. സോ നമുക്ക് α1 = α2 = α3. ഇവിടെ 3 കോളത്തിൻ്റെയും മീന് സെയിം ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു അസംഷൻ ഞാൻ എടുത്തു. സോ അസ്യൂം ദാറ്റ് ആവറേജ് സെയിൽസ്, ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്, ആവറേജ് സെയിൽസിൻ്റെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആവറേജ് സെയിൽ ഓഫ് എ = ആവറേജ് സെയിൽ ഓഫ് ബി = ആവറേജ് സെയിൽ ഓഫ് സി എന്ന അസംഷൻ ഞാൻ എടുത്തു. എന്നിട്ട് ഈ അസംഷൻ ഹൈപ്പോത്തസിസ് ആണിത്. ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിൻ്റെ വാല്യൂസ് ഒക്കെ കണ്ട് അനോവ ടേബിളിൽ നിന്ന് നമുക്കൊരു എഫ് റേഷ്യോ കിട്ടും. ആ എഫ് റേഷ്യോ ലെസ് ദാൻ നമ്മുടെ എഫ് ടേബിൾ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നൾ ഹൈപ്പോത്തസിസിനെ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ടേബിൾ വാല്യൂ ആയിരിക്കണം കൂടുതൽ, എഫ് റേഷ്യോ നമ്മുടെ കിട്ടിയ എഫ് റേഷ്യോ ചെറുതായിരിക്കണം. നേരെ മറിച്ച് നമുക്ക് കിട്ടിയതാണ് ഈ ടേബിൾ വാല്യൂലേറെ കൂടുതൽ എന്നുണ്ടെങ്കിൽ ഈ നൾ ഹൈപ്പോത്തസിസ് തെറ്റാണെന്ന് പറയും. അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് എങ്ങനെ വരിക, H1 = α1 not equal to α2 not equal to α3. സോ ഇതിൽ ഏതാ ശരി എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇവരുടെ ആവറേജ് സെയിൽ ഈക്വൽ ആണോ, ഇവരുടെ ആവറേജ് സെയിൽ ഈക്വൽ അല്ലേ. സോ ഇവരുടെ ആവറേജ് സെയിൽ ഈക്വൽ ആണോ അല്ലേ എന്നുള്ളത് നമുക്കിനി ഓരോ വാല്യൂസും കണ്ടിട്ട് അനോവ ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് നോക്കാം. നമുക്ക് കാണേണ്ടത് SST ആദ്യം കാണണം, എന്നിട്ട് SSC കാണണം, എന്നിട്ട് നമുക്ക് SSE കാണാൻ പറ്റുള്ളൂ. അപ്പോൾ SSC അല്ലെങ്കിൽ SSC കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെയൊക്കെ MSCയും MSEയും കാണാം. സോ ഇന്നലെ നമുക്ക് എഫ് റേഷ്യോ കാണാൻ പറ്റുള്ളൂ. സോ അതിനാദ്യം നമുക്ക് അറിയേണ്ടത് ഇതിന് ഒരു കറക്ഷൻ ഫാക്ടർ SST കാണണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലൊക്കെ SST കാണണമെങ്കിൽ നമുക്കൊരു കറക്ഷൻ ഫാക്ടർ എന്താണെന്ന് അറിയണം. സോ കറക്ഷൻ ഫാക്ടർ SST എന്ന് പറയുന്നത് നമ്മുടെ കറക്ഷൻ ഫാക്ടർ ഉൾപ്പെടുന്ന ഒരു ഇക്വേഷനാണ്. കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ T²/n. T² T എന്താണെന്ന് അറിയോ? T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ആൾ ഒബ്സർവേഷൻസ് ആണ്, എല്ലാ ഒബ്സർവേഷൻ്റെയും സമ്മാണ് T. സോ എങ്ങനെ നമുക്ക് ടീനെ എഴുതാം, T = എന്ന് പറഞ്ഞിട്ട് ഇതിലെ ഓരോ ടേമിൻ്റെയും സം എടുക്കണം. സോ ഈ 300 + 400 അങ്ങനെ പോയി ലാസ്റ്റ് നമ്മുടെ ഈ ഒരു 500 വരെയുള്ള സംഭവങ്ങളും ആഡ് ചെയ്ത് എഴുതിയതാണ് T. സോ നമ്മുടെ T എന്താ ഇവിടെ കിട്ടുക, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് T കിട്ടുക 5700 ആണ്. അതായത് ഇവിടെ 1500 പ്ലസ് ഇതിവിടെ ഫുൾ ആഡ് ചെയ്ത് എഴുതിക്കണമല്ലോ. സോ 1500 + 1600 + 2600, അതായത് കോളം ടോട്ടൽ എഴുതിയോണ്ട് ഞാൻ അതിനൊക്കെ എഴുതി, ഇതൊക്കെ തമ്മിൽ ആഡ് ചെയ്തല്ലേ. സോ നമുക്ക് മൊത്തത്തിൽ T = 5700 കിട്ടി. അപ്പോൾ കറക്ഷൻ ഫാക്ടർ T²/n കണ്ടൂടെ, എങ്ങനെ കാണാം, 5700² / n എത്ര എവിടെ 14 വെച്ച് ചെയ്യാം. കാരണം ഇവിടെ എന്തില്ല, ഒരു ടേം ഇല്ല. സോ 5700² / 14 ചെയ്താൽ നമുക്ക്
ടി സ്ക്വയർ ബൈ എൻ കിട്ടും. സോ ടി സ്ക്വയർ ബൈ എൻ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ടി സ്ക്വയർ ബൈ എന്നിൻ്റെ വാല്യൂ ഇങ്ങനെയാണ്. ഇനി ടി സ്ക്വയർ ബൈ എൻ കിട്ടിയാൽ നമുക്ക് ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ SST കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ ചെയ്തത് എന്താ? മൊത്തത്തിൽ ഇത് തമ്മിൽ എത്ര വാല്യൂസ് ഉണ്ടോ, അതായത് ഇതിലെ ഓരോ ടേംസിനെയും തമ്മിൽ ആഡ് ചെയ്ത് കിട്ടിയതിനെ ഒന്നാകെ സ്ക്വയർ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എൻ എഴുതി. ഇനി SSTക്ക് വേണ്ട അടുത്ത എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മൊത്തത്തിൽ ആഡ് ചെയ്യണത് ഇപ്പോൾ ഇവിടെ ഓരോ ടേമും തമ്മിൽ ആഡ് ചെയ്തത്, ഇനി ഓരോ ടേമിൻ്റെയും സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അതായത് 300 സ്ക്വയർ പ്ലസ് 400 സ്ക്വയർ പ്ലസ് 300 സ്ക്വയർ പ്ലസ് 500 സ്ക്വയർ പ്ലസ് എക്സെട്രാ അങ്ങനെ ഇതൊക്കെ വന്ന് ലാസ്റ്റ് പ്ലസ് 500 സ്ക്വയർ വരെ ഉള്ളത് ഓരോ ടേമിനെയും സ്ക്വയർ ചെയ്തിട്ട് വേണം തമ്മിൽ ആഡ് ചെയ്യാൻ. അവിടെ പിന്നെ ഡിവൈഡഡ് ബൈ എൻ ഒന്നും ചെയ്യണ്ട, പക്ഷെ ഓരോ ടേമിനെയും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കിട്ടിയ ആ വാല്യൂവിൽ നിന്ന് വേണം ഈ ടി സ്ക്വയർ ബൈ എൻ കുറയ്ക്കാൻ. സോ നമുക്ക് എന്തായാലും അതായിരിക്കുമല്ലോ വലുത്. സോ നമുക്ക് ആവശ്യമുള്ള ടി സ്ക്വയർ ബൈ എന്നിൻ്റെ വാല്യൂ ഇവിടെ അങ്ങോട്ട് എഴുതി വെച്ചു. ഇനി നമുക്ക് ഓരോ ടേമിനെയും സ്ക്വയർ ചെയ്തിട്ട് തമ്മിൽ ആഡ് ചെയ്തുള്ള വാല്യൂ ഇങ്ങോട്ട് എഴുതണം. അപ്പോൾ ഇവിടെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ആൾ ഒബ്സർവേഷൻസ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത് ടോട്ടൽ സം ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ ആണ്. ടി സ്ക്വയർ ബൈ എൻ കറക്ഷൻ ഫാക്ടർ ആയിട്ടുള്ളൂ. സോ ഇതിനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും സ്ക്വയർ എഴുതേണ്ടി വരും. സീറോസ് ഞാൻ അത് ഇഗ്നോർ ചെയ്തു, എന്നിട്ട് ഇത് സിംപ്ലി കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 4 0 ഇതിലെല്ലാത്തിലും സ്ക്വയർ ചെയ്യുമ്പോൾ 2 0 ഉള്ളത് 4 0 എല്ലാത്തിലും ഉണ്ടാവും. സോ ആ ഒരു 4 0 ഫൈനൽ ആൻസറിൽ ആഡ് ചെയ്തു. സോ ഐ ഗെറ്റ് 27,10,000. നിങ്ങൾക്ക് മൊത്തത്തിൽ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. സോ 27,10,000 ആണ് എനിക്ക് കിട്ടിയത്. SST കാണുന്നുണ്ടെങ്കിൽ ഈ 27,10,000 നിന്ന് നേരത്തെ കിട്ടിയ ടി സ്ക്വയർ ബൈ എൻ മൈനസ് ചെയ്താൽ നമുക്ക് SST കിട്ടും. SSC കാണണം. SSC കാണണമെന്നുണ്ടെങ്കിലും ഇതുപോലെ 2 എലമെൻറ്റ്സ് വരും. സെക്കൻഡത്തെ ടേം ഇവിടെയും കറക്ഷൻ ഫാക്ടർ തന്നെയാണ്. കറക്ഷൻ ഫാക്ടർ ടി സ്ക്വയർ ബൈ എൻ ഇതിലുണ്ട്, SSCയിലും ഉണ്ട് മൈനസ് ടി സ്ക്വയർ ബൈ എൻ. അപ്പോൾ ഈ SSCയിൽ ബാക്കി എലമെൻറ്റ്സ് എങ്ങനെയാണ്? SSTക്ക് നമ്മൾ എങ്ങനെ ചെയ്തത്? ഓരോ ടേമും സ്ക്വയർ ചെയ്തിട്ട് ആ സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്തു, അതിൽ നിന്ന് നമ്മുടെ കറക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്തു. കറക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഓരോ ടേമും ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് സ്ക്വയർ ചെയ്ത് ഡിവൈഡ് ബൈ എൻ ചെയ്തത്. സോ SSCയിൽ എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ഓരോ ടേമും സ്ക്വയർ ചെയ്തിട്ടാണ് ആഡ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ കോളം ടോട്ടൽ ഉണ്ടല്ലോ, ഇതിലെ ഫസ്റ്റ് കോളം ടോട്ടൽ, ഈ കോളം ടോട്ടൽ മാത്രം സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് എൻ ഡിവൈഡ് ബൈ എൻ ചെയ്യണം. സോ ഇവിടെ 1500 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 5, ഇവിടെ 5 എലമെൻറ്റ്സ് അല്ലേ. ഇവിടെ 1600 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4, ഇവിടെ 4 എലമെൻറ്റ്സ്. ഇവിടെ 2600 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 5 ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ സമ്മ് കിട്ടും. ആ സമ്മിൽ നിന്ന് എന്ത് കുറയ്ക്കണം? നമ്മൾ ടി സ്ക്വയർ ബൈ എൻ കുറയ്ക്കണം നമുക്ക് SSC കിട്ടണമെങ്കിൽ. സോ നമുക്ക് ഇതിൻ്റെ സമ്മ് 24,42,000 എന്ന് കിട്ടും. അതിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം? ടി സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. സോ രണ്ടിലും ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ചെയ്യണം. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂസ് കണ്ട് SSTയിൽ നിന്ന് SSC മൈനസ് ചെയ്താലേ നമുക്ക് SSE കിട്ടുള്ളൂ. സോ SSE എന്ന് പറയുമ്പോൾ SSTയിൽ നിന്ന് SSC ആണ് മൈനസ് ചെയ്യേണ്ടത്. സോ SST ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3,89,285.7 എന്ന് കിട്ടും. SSC ഇതിൽ നിന്ന് കറക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്യുമ്പോൾ തന്നെ 1,21,285.7 എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? SSTയിൽ നിന്ന് SSC മൈനസ് ചെയ്താൽ നമുക്ക് ആര് കിട്ടും? SSE കിട്ടും. സോ നമ്മുടെ SST, SSC, ബാക്കി SSC കിട്ടാൻ ഇത് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ 2,68,000 എന്ന് കിട്ടും. 2,68,000 കിട്ടി. അപ്പോൾ നമുക്ക് MSCയും MSCയും കണ്ടുകൂടെ? എങ്ങനെ കാണുക? MSCൻ്റെയും MSCൻ്റെയും ഇക്വേഷൻ ഇങ്ങനെയാണ്: SSC ഡിവൈഡ് ബൈ C-1 SSE ഡിവൈഡ് ബൈ N-C. അതായത് ഈ SST അല്ല നമ്മുടെ MSCയും MSCയും കാണാൻ വയ്ക്കുന്നത്. SST എന്തിനായിരുന്നു നമുക്ക് വേണ്ടത്? SSE കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് SSTയിൽ നിന്ന് SSC കുറക്കണമായിരുന്നു. അതിന് വേണ്ടി മാത്രമാണ് നമുക്ക് SST വേണ്ടത്. നമ്മുടെ ഫൈനൽ ആൻസറിന് നമുക്ക് വേണ്ടത് ആരാ? SSCയും SSEയും. SST ഈ SSE കാണാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. സോ SST അവിടെ നിൽക്കട്ടെ. നമുക്ക് SSCയും SSCയും ഉപയോഗിച്ചിട്ട് MSCയും MSCയും കാണാം. ഇനി എന്ത് അറിയണം? C-1. C-1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ് ആണ്. നമ്പർ ഓഫ് കോളംസ് എത്രയാണ്? 3 ആണല്ലേ. ഇവിടെ 3 കോളാണ് ഉള്ളത്. സോ 3-1, ഇവിടെ C-1 2 ആണ് കിട്ടുക. ഇവിടെ N-C എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ N എത്രയാണ്? ടോട്ടൽ N വീണ്ടും കൺഫ്യൂസ് ആവരുത്, ഇവിടെ ഒരു എലമെൻ്റ് ഇല്ല. സോ 15 അല്ല, പകരം 14 മൈനസ് എത്ര കോളം ഉണ്ട്? 3 കോളം. സോ വി ഗെറ്റ് 11.
സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ഇവിടെ MSc കിട്ടുക നമുക്ക് ഇതിൽ നിന്ന് C - 1 3 - 1 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 60,642.9 കിട്ടുക. MSc കിട്ടുക നമ്മുടെ SSEയിൽ നിന്ന് N-C ഡിവൈഡ് ചെയ്യുമ്പോൾ 2,68,000 ഡിവൈഡ് ബൈ 14 - 3 24,363.6 കിട്ടുക. നമ്മുടെ വേരിയൻസ് എഫ് റേഷ്യോ കാണണം. MSc ഡിവൈഡ് ബൈ MSE ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എഫ് റേഷ്യോ കിട്ടും. നമുക്ക് എങ്ങനെ വരും ചെയ്യുമ്പോൾ നമുക്ക് 2.5 എന്ന് കിട്ടും അപ്രോക്സിമേറ്റ്ലി. ഇപ്പം നമുക്ക് കിട്ടിയത് ഒരു വാല്യൂ ആണ്. ഇനി ഈ എഫ് റേഷ്യോനെ എന്ത് കാണണം? ടേബിൾ വാല്യൂ നോക്കണം. ടേബിൾ വാല്യൂ എഫ് റേഷ്യോനെ നോക്കുമ്പോൾ C - 1ഉം N-Cയും ഉപയോഗിച്ചിട്ടുള്ള എഫ് റേഷ്യോൻ്റെ ടേബിൾ വാല്യൂ ചെക്ക് ചെയ്യുക. ടേബിൾ വാല്യൂ ഇതിലേറെ കൂടുതലാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ടേബിൾ വാല്യൂ ഇതിലേറെ കുറവാണെങ്കിൽ ഇത് റിജക്റ്റ് ചെയ്യണം. സോ നമ്മുടെ ഈ വാല്യൂസിന് എഫ് റേഷ്യോ C - 1 2 കിട്ടി, N-C 11 കിട്ടി. അപ്പോൾ 2 11 എഫ് റേഷ്യോ ടേബിൾ വാല്യൂ നോക്കുമ്പോൾ അറ്റ് 5% ലെവൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ നമുക്ക് ടേബിൾ വാല്യൂ കാണാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നും തന്നിട്ടില്ല, ടേബിൾ വാല്യൂ തന്നിട്ടില്ല. സോ എപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ എടുക്കാൻ മറക്കരുത് എക്സാമിന്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ മറ്റേ പ്രോബ്ലത്തിൽ ഇപ്പോൾ നമുക്ക് ആവശ്യം വന്നില്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിൽ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇവിടുത്തെ ടേബിൾ വാല്യൂ അറിയണമെങ്കിൽ നമുക്ക് ടേബിൾ വേണം. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഉള്ള ടേബിൾ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ നോക്കുക 2 മുകളിൽ 2ഉം സൈഡിൽ 11 വരുന്ന ആ ഒരു വാല്യൂ എത്രയാണ് നോക്കുക. മുകളിൽ 2ഉം സൈഡിൽ 11 വരുന്ന വാല്യൂ എനിക്ക് കിട്ടിയത് 3.98 എന്നാണ് കിട്ടിയത്. സോ 3.98 എന്തിലേറെ കൂടുതലാണ്? 2.5ലേറെ കൂടുതലാണ്. സോ ടേബിൾ വാല്യൂ കൂടുതലും ഇത് കുറവാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ എന്തായിരുന്നു ആദ്യം എടുത്ത നൾ ഹൈപ്പോത്തസിസ്? നിങ്ങൾ എഴുതുമ്പോൾ സെയിൽസ്മാൻ എന്നൊക്കെ എഴുതണം കേട്ടോ. ഞാൻ നമ്മുടെ സ്ഥലക്കുറവ് കാരണം ടേബിളൊന്നും ചുരുക്കിയതാണ്. ഇവിടെ സെയിൽസ്മാൻ എൻ്റെയും സെയിൽസ്മാൻ ബിൻ്റെയും സെയിൽസ്മാൻ സിൻ്റെയും ഒക്കെ മീൻ എന്താണ്? സെയിം ആണെന്ന് പറഞ്ഞു. അതായത് ഈ കോളം എൻ്റെ മീനും കോളം ബീൻ്റെ മീനും കോളം സിൻ്റെ മീനും അതെല്ലാതും ഈക്വൽ ആണെന്ന് പറഞ്ഞു. സോ α1 = α2 = α3 ആണെന്നാണ് എൻ്റെ നൾ ഹൈപ്പോത്തസിസ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരുന്നു? α1 ≠ അപ്പോൾ നമ്മുടെ ഇത് ശരിയാണോ തെറ്റാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തു വന്നത്. സോ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്തായി? ടേബിൾ വാല്യൂലേറെ കുറവാണ് കിട്ടിയത്. അങ്ങനെ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂലേറെ കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അക്സെപ്റ്റ് ദ ഹൈപ്പോത്തസിസ് ആണ് അല്ലേ. നേരെ തിരിച്ചാൽ കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ ഇത് കുറവും ഇത് കൂടുതലും ആണെങ്കിൽ റിജക്ട് ദ ഹൈപ്പോത്തസിസ്. നമ്മുടെ അക്സെപ്റ്റ് ദ ഹൈപ്പോത്തസിസ് തന്നെ ഇതിൻ്റെയൊക്കെ മീൻ സെയിം ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒന്നിലേക്ക് നോക്കുക. കേരള ട്രേഡേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് അവരുടെ 3 സെയിൽസ്മാനെ ചെക്ക് ചെയ്യാൻ നോക്കുകയാണ്. അവരുടെ 3 സെയിൽസ്മാൻ്റെയും സെയിൽ സെയിം സൈസ് ആണോ അല്ലെങ്കിൽ അവരുടെ സെല്ലിംഗ് എബിലിറ്റി അവരുടെ സെയിൽസിൻ്റെ ആവറേജ് സൈസ് വെച്ചിട്ട് ഡിഫർ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ മീൻ ആവറേജ് എന്ന് പറയുമ്പോൾ മീൻ ആ സെല്ലിംഗ് എബിലിറ്റി എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ മീൻ സെയിമാന്ന് പറഞ്ഞിട്ടൊരു അസംഷനാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുത്തത്. സോ നമ്മുടെ അസംഷൻ ഇവിടെ എന്താണ്? ശരിയാണ്. അവർ 3 പേരും സെയിൽസിൽ ഡിഫർ ചെയ്യുന്നില്ല, 3 പേരും ഈക്വൽ സെയിൽസ് ആണ് നടത്തുന്നത് എന്നുള്ള നമ്മുടെ അവരുടെ ആവറേജ് സെയിൽ ഈക്വൽ ആണെന്നുള്ള ഒരു അസംഷൻ ട്രൂ ആണെന്ന് നമുക്ക് കിട്ടി. ഹൈപ്പോത്തസിസ് ട്രൂ ആണ്. അപ്പോൾ നമ്മുടെ അനോവ ടേബിൾ എഴുതിയിട്ട് അനോവ ടേബിളിലെ വാല്യൂസ് ഇങ്ങനെയല്ല എഴുതേണ്ടത് കേട്ടോ. നമ്മൾ ആ അനോവ ടേബിൾ ഞാൻ ഫസ്റ്റ് ഒരു മോഡൽ ടേബിൾ വരച്ചില്ല. ആ അനോവ ടേബിൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഫൈനലി നമ്മുടെ അസംഷൻ ശരിയാണെന്ന് പറഞ്ഞിട്ട് എഴുതാം. Question number 23 എന്താ പറയുന്നത്? ഡിസ്ക്രൈബ് ദ ടെക്നിക് ഓഫ് അനാലിസിസ് ഓഫ് വേരിയൻസ് ഫോർ എ 2-way ക്ലാസിഫിക്കേഷൻ ഡാറ്റ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തത് ഏതായിരുന്നു? 1-way ക്ലാസിഫിക്കേഷൻ ഡാറ്റൻ്റെ അനോവ ടേബിളാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ 2-way ക്ലാസിഫിക്കേഷൻ ഡാറ്റയും 1-way ക്ലാസിഫിക്കേഷൻ ഡാറ്റയും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ അനാലിസിസ് ഓഫ് വേരിയൻസിൻ്റെ 2-way ക്ലാസിഫിക്കേഷൻ ഡാറ്റയെ കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത്. സോ നമുക്ക് അത് ജസ്റ്റ് അതിൽ പ്രോബ്ലം ഇല്ല, പക്ഷേ അതിന് പാറ്റേൺ സെയിം ആണ്. സോ കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. ആ പാറ്റേൺ ഇവിടെ പഠിക്കാം. സോ 2-way ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഞാൻ 1-way ക്ലാസിഫിക്കേഷനും 2-way ക്ലാസിഫിക്കേഷനും കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ടും എഴുതിയിട്ടിരിക്കുകയാണ്. കാരണം നമുക്ക് 1-way ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ തൊട്ട് മുമ്പ് ഒരു പ്രോബ്ലം ചെയ്തു. സോ അപ്പം നമുക്ക് എല്ലാം കൂടി പറഞ്ഞു തന്നാൽ ആദ്യം തന്നെ തിയറി പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവുന്ന എഴുതിയിട്ട് അതിൻ്റെ തിയറി പോർഷൻ ഒന്നും പറഞ്ഞില്ല. നമ്മളങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്ത് പോവുക ചെയ്തത്. ഇപ്പം നമുക്ക് ഇതിൻ്റെ തിയറിയും അതായത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഓരോന്ന് പറയാം. ഇതിൻ്റെ സോഴ്സ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാമ്പിൾ തമ്മിൽ എത്രത്തോളം വേരിയേഷൻ ഉണ്ട് എന്നുള്ളത് ബിറ്റ്വീൻ സാമ്പിളും വിത്തിൻ ദ സാമ്പിളും കാണണം. സോ ബിറ്റ്വീൻ ദ സാമ്പിൾ കാണാൻ ഇത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് കോളം ആണ്. C ഫോർ കോളം. SS എന്ന് പറയുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. ആരുടെ സം ഓഫ് സ്ക്വയേഴ്സ്? SSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് കോളം. ഏറ്റവും ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്ത് ആദ്യം ഒരു അസംഷൻ എടുക്കണം അല്ലേ, ഒരു നൾ ഹൈപ്പോത്തസിസ് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ നൾ ഹൈപ്പോത്തസിസ് എടുക്കുന്നത് നമ്മുടെ എല്ലാത്തിൻ്റെയും മീന് സെയിം ആണെന്ന് പറഞ്ഞിട്ടൊരു നൾ ഹൈപ്പോത്തസിസ് എടുക്കുകയാണ്. അതായത് α1 α2 അതായത് എല്ലാത്തിൻ്റെയും മീന് സെയിം ആണെന്ന് പറഞ്ഞിട്ടൊരു നൾ ഹൈപ്പോത്തസിസ് എടുക്കുകയാണ്. എപ്പോഴാണ് നമ്മൾ 1-way ക്ലാസിഫിക്കേഷൻ 2-way ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുക?
നമുക്ക് ഒരു വേരിയബിൾ മാത്രം ചെക്ക് ചെയ്താൽ മതി, വൺ വേ ക്ലാസിഫിക്കേഷൻ മതി. നേരത്തെ നമുക്ക് സെയിൽസ്മാൻ്റെ കാര്യം മാത്രമേ നോക്കാണ്ടായിരുന്നുള്ളൂ, സോ വൺ വേ ക്ലാസിഫിക്കേഷൻ മതി. പിന്നെ വേറെ പ്രോബ്ലം വരികയാണ്, ഇപ്പോൾ മെഷീനിൻ്റെയും അതേപോലെ വർക്കേഴ്സിൻ്റെയും നോക്കണമെങ്കിൽ 2 വേരിയബിൾ വരികയാണെങ്കിൽ എന്ത് വരും, 2 വേ ക്ലാസിഫിക്കേഷൻ വരും. സോ ഒരു വേരിയബിൾ മാത്രമായപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു അസംഷൻ H0 = α1 = α2 = α3 = α4 എന്നൊരു അസംഷൻ എടുക്കുകയാണ്. മീനൊക്കെ സെയിം ആണ്, അവരുടെ ആവറേജ് പെർഫോമൻസ് സെയിം ആണെന്നുള്ളത്, ആവറേജ് എല്ലാത്തിൻ്റെയും സെയിം ആണെന്നുള്ള രീതിയിലൊരു അസംഷൻ എടുക്കുകയാണ്. അതിൽ ലാസ്റ്റ് നമ്മുടെ അസംഷൻ ശരിയാണെന്ന് കിട്ടി, അതായത് എല്ലാ വർക്കേഴ്സിൻ്റെയും ആവറേജ് പെർഫോമൻസ് സെയിം ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം അസംഷൻ എടുക്കും, നൾ ഹൈപ്പോത്തസിസ് ആസ് എന്ന് പറഞ്ഞിട്ട് നൾ ഹൈപ്പോത്തസിസ് എടുത്തു. എന്നിട്ട് നമ്മൾ ടി കണ്ടു. ടി എന്താണ്, നമ്മുടെ ഓരോ എലമെൻസിനെയും എല്ലാ എലമെൻറ്റിനും ഒരു എലമെൻറ്റിനെ പോലും വിടാതെ തമ്മിൽ ആഡ് ചെയ്ത് ആ ഒരു സമ്മാണ് ടി. നമുക്ക് ടി അല്ല വേണ്ടത്, നമുക്ക് കറക്ഷൻ ഫാക്ടർ T² ആണ് നമ്മൾ കാണേണ്ടത്. എല്ലാ എലമെൻസിൻ്റെയും ടോട്ടൽ വാല്യൂ സം ചെയ്ത് എഴുതി വെച്ചതിന് ശേഷം നമ്മൾ കറക്ഷൻ ഫാക്ടർ T² കാണും. നമുക്ക് ഈ കിട്ടിയ സമ്മിനെ നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് ടോട്ടൽ എത്ര എലമെൻസ് ഉണ്ടോ അത് /n ചെയ്യണം. അപ്പോൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു, ഒന്നിങ്ങനെ വെറുതെ വരട്ട് വെച്ചിരുന്നു. അവിടെ ശരിക്കും എന്തില്ല, ക്വസ്റ്റ്യന് തന്നെ തന്നിട്ടുണ്ട് A made 5 calls, B made 4 calls, C made 5 calls. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് n എത്രയുള്ളൂ, അവിടെ 14 ഉള്ളൂ, 15 ഇല്ല. സോ അവിടെ നമ്മൾ n 14 എടുത്തു, നമ്മൾ ആ കിട്ടിയ ഒരു വാല്യൂവിനെ സ്ക്വയർ ചെയ്ത് /n ചെയ്ത് കറക്ഷൻ ഫാക്ടർ ആദ്യം കണ്ടുവെക്കും. കറക്ഷൻ ഫാക്ടർ കണ്ടതിന് ശേഷം നമ്മൾ SST എന്ന് പറഞ്ഞാൽ എന്താണ്, SST എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ, ഈ ഒരു ഇതിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. SSC സ്ക്വയേഴ്സ്, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് കോളം. SSC എന്ന് പറയുന്ന സം ഓഫ് സ്ക്വയേഴ്സ് എററാണിത്. അപ്പോൾ SST എന്ന് പറയുന്ന സം ഓഫ് സ്ക്വയേഴ്സ് ടോട്ടൽ. അപ്പോൾ നമ്മുടെ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സിൽ നിന്ന് നമുക്ക് സം ഓഫ് കോളംസ് മൈനസ് ചെയ്താലാണ് നമുക്ക് സം ഓഫ് എറേഴ്സ് കിട്ടുക, അല്ലേ? അതിനാണ് നമ്മൾ ആദ്യം ഇത് കണ്ടത്, SST കാണാൻ നമുക്ക് എന്താ അറിയാം, ഇവിടെ നമ്മൾ ഓരോ എലമെൻറ്റും തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് ടി കണ്ടത്, എന്നിട്ടാണ് അതിൻ്റെ സ്ക്വയർ /n ചെയ്തെങ്കിൽ ഇവിടെ SSTയിൽ അങ്ങനെയല്ലല്ലോ ചെയ്ത്. SSTയിൽ നമ്മൾ ഓരോ എലമെൻറ്റിനെ എടുത്ത് സ്ക്വയർ ചെയ്യണം. സോ നമ്മുടെ കോളത്തിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ ഒരു എലമെൻറ്റ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, പ്ലസ് അടുത്ത എലമെൻറ്റ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, പ്ലസ് അങ്ങനെ ഓരോ എലമെൻറ്റിനെയും സ്ക്വയർ ചെയ്തിട്ട് സം ഓഫ് സ്ക്വയേഴ്സ് ആണ്, ഓരോ സ്ക്വയറിൻ്റെയും ചേർന്ന സമ്മാണ് നമ്മുടെ SST. അത് മാത്രമല്ല, അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, നമുക്ക് ഇവിടെ എടുത്ത കറക്ഷൻ ഫാക്ടർ എന്താ, ഓരോ എലമെൻറ്റും ആഡ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ വാല്യൂവിനെ സ്ക്വയർ ചെയ്ത് /n എഴുതിയത്. ഇത് ഓരോ എലമെൻറ്റിനെയും സ്ക്വയർ ചെയ്ത് പ്ലസ് ചെയ്ത് എഴുതിയത്, കൺഫ്യൂഷൻ ആവരുത്. എന്താണ്, നമുക്ക് ടോട്ടൽ എലമെൻസിനെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ വാല്യൂവിനെ സ്ക്വയർ ചെയ്ത് /n എഴുതിയത്. ഇതെന്താണ്, നമ്മൾ ഓരോ വാല്യൂവിനെയും സ്ക്വയർ ചെയ്തത്. സോ ഓരോ വാല്യൂവിനെയും സ്ക്വയർ ചെയ്തതിൽ നിന്ന് നമ്മൾ ടോട്ടൽ വാല്യൂവിനെ സ്ക്വയർ ചെയ്ത് എണ്ണം കൊണ്ട് ഹരിച്ചതിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് SST കിട്ടും, അതായത് സം ഓഫ് സ്ക്വയേഴ്സ് ടോട്ടൽ കിട്ടും. സം ഓഫ് സ്ക്വയേഴ്സ് ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് സം ഓഫ് സ്ക്വയേഴ്സ് കോളം കാണണം. സം ഓഫ് സ്ക്വയേഴ്സ് കോളം കാണാൻ എന്താ ചെയ്യേണ്ടത്, സം ഓഫ് സ്ക്വയേഴ്സ് കോളത്തിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട്, അതായത് ഓരോ കോളത്തിനും ഓരോ കോളം ടോട്ടൽ ഉണ്ടായിരിക്കും. സോ ആ ഒരു കോളം ടോട്ടൽ മാത്രം എടുത്തിട്ട് ഇതിലൊരു കോളം ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കോളം ടോട്ടൽ മാത്രം എടുത്ത് സ്ക്വയർ ചെയ്തിട്ട് ആ കോളത്തിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ / ആ എലമെൻസിൻ്റെ എണ്ണം എഴുതുക. സോ ഓരോ കോളം എന്നിട്ട് അതിൽ എത്ര കോളം ഉണ്ട് ആ കോളത്തിൻ്റെ ആ ഒരു ടോട്ടൽ എടുത്ത് സ്ക്വയർ ചെയ്ത് അതിൻ്റെ എണ്ണവുമായി ഹരിച്ച ശേഷം അടുത്ത കോളത്തിലെ ടോട്ടൽ എടുത്ത് അതിനെ സ്ക്വയർ ചെയ്ത് അതിൻ്റെ എണ്ണവുമായി ഹരിച്ച് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ആ വാല്യൂസ് എഴുതുക. ശേഷം വീണ്ടും ഇവിടെ ആരുണ്ട്, കറക്ഷൻ ഫാക്ടർ ഉണ്ട്, ആര് T² n എന്ന നമ്മൾ തുടക്കത്തിലെടുത്ത കറക്ഷൻ ഫാക്ടർ ഇവിടെയും വരും. സോ അത് കാണാം. എന്നിട്ട് നമുക്ക് SSTയിൽ നിന്ന് SSC മൈനസ് ചെയ്താൽ SST ടോട്ടൽ അല്ലേ, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടോട്ടലിൽ നിന്ന് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് കോളം മൈനസ് ചെയ്താൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എറർ കിട്ടും. SST നമ്മൾ ആദ്യം കണ്ടുവച്ചിരുന്ന എല്ലാ സ്ക്വയറുകളും തമ്മിൽ സം ചെയ്തിട്ട് അതിൽ നിന്ന് കറക്ഷൻ ഫാക്ടർ മൈനസ് ചെയ്തത് മൈനസ് SSC എന്താ, ഓരോ കോളം ടോട്ടലും സ്ക്വയർ ചെയ്ത് എണ്ണം കൊണ്ട് ഹരിച്ചത് മൈനസ് കറക്ഷൻ ഫാക്ടർ ചെയ്ത് SSC. അപ്പോൾ SST മൈനസ് SSC ചെയ്യുമ്പോൾ നമുക്ക് SSC കിട്ടും. എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഓരോന്നും നമ്മൾ മുമ്പ് പഠിച്ചായിരുന്നു, കഴിഞ്ഞ വർഷമൊക്കെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പഠിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണാം, ഇവിടെ നമ്മൾ കോളത്തിൻ്റെ കേസ് ആണെങ്കിൽ കോളത്തിൻ്റെ എണ്ണം C-1, അതായത് എത്ര കോളം ഉണ്ടോ അതിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് C-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ SSC സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് കോൾ ആണെങ്കിൽ അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കോളത്തിൻ്റെ എണ്ണത്തിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്തത്. SSTൻ്റെത് n-1, അതായത് ടോട്ടലിൽ നമുക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ട്, n എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. സോ ആ n ഒബ്സർവേഷനിൽ നിന്ന് 1 മൈനസ് ചെയ്താലാണ് SSTൻ്റെ ആവുക. സോ ഇത് n-1 ആണ്, ഇത് C-1 ആണ്. അങ്ങനെയാണെങ്കിൽ n-1 C-1ൻ്റെ ഇടയിൽ പിന്നെ എന്ത് പ്ലസ് ചെയ്താലായിരിക്കും ഇതാവുക, n-C പ്ലസ് ചെയ്താൽ ഇത് n-1. സോ ഇതിൻ്റെ SSCൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-C ആണ് കിട്ടുന്നത്. C-ൻ്റെ C-1, SSCൻ്റെ n-C. മീൻ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് SSC / അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇവിടെ മീൻ സ്ക്വയർ എറർ കാണാൻ വേണ്ടിയിട്ട് SSC /
ഡിവൈഡ് ബൈ n മൈനസ് സി അതിൻ്റെത്. ഇനി നമുക്ക് കറസ്പോണ്ടിംഗ്ലി 2-way ക്ലാസിഫിക്കേഷൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ ബിറ്റ്വീൻ റോ കോളം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. നമുക്ക് ആകെ ഒരു വേരിയബിൾ ഉള്ള ആ ഒരു വേരിയബിൾ മാത്രം ചെയ്താൽ മതി. പക്ഷേ 2 വേരിയബിൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നതിന് 2 രീതിയിൽ 2 വേരിയബിൾ ആണെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ ഒരു കോളംസ് മാത്രം നിന്ന് അവിടെ കോളം ടോട്ടൽ എഴുതി. നമുക്ക് 2 വേരിയബിൾ ഉണ്ടെങ്കിൽ മുകളിൽ കുറേ സെയിൽസ്മാൻ ABCD എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ സൈഡിൽ മെഷീൻ ABCD എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. സോ മെഷീൻ ABCDയും സെയിൽസ്മാൻ ABCD 2 വേരിയബിൾ അറ്റ് എ ടൈം ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് കോളം ടോട്ടൽസും ഉണ്ടാവും. അറ്റ് എൻഡ് നമുക്ക് എന്തും ഉണ്ടായിരിക്കും, റോ ടോട്ടലും ഉണ്ടായിരിക്കും, ഓരോ റോൻ്റെയും ടോട്ടൽ. കാരണം ഈ മെഷീൻ എന്റെ കറസ്പോണ്ടിങ് ടോട്ടൽ, ഈ മെഷീൻ ബിന്റെ കറസ്പോണ്ടിങ് ടോട്ടൽ, അങ്ങനെ 2 വേരിയബിൾസ് ഒക്കെ അറ്റ് എ ടൈം ഉണ്ടെങ്കിൽ 2-way ക്ലാസിഫിക്കേഷൻ ആണ്. സോ നമുക്ക് അവിടെ എന്തുണ്ടാവും, കോളം ഉണ്ടായിരിക്കും, റോ ടോട്ടലും ഉണ്ടായിരിക്കും. ഇതിന്റെ പോലെ വെറും ഒരു വേരിയബിളിന് മാത്രമേ കോളം മാത്രമായിട്ട് പറയുള്ളൂ, അല്ലെങ്കിൽ കോളം റോയും വരും. ഇവിടെ ബിറ്റ്വീൻ സാമ്പിൾ വിത്തിൻ സാമ്പിൾ ആണെങ്കിൽ ഇവിടെ ബിറ്റ്വീൻ കോളം ബിറ്റ്വീൻ റോസ് ആണ്. പിന്നെ ഒരു റെസിജ്വൽ എന്നിട്ടൊരു പോയിന്റ് കൂടി ഉണ്ടാവും. പിന്നെ നമുക്ക് ടോട്ടൽ ഉണ്ടായിരിക്കും എല്ലാത്തിനും അല്ലേ, ഇതിന് ടോട്ടൽ ഒരു ടോട്ടൽ വാല്യൂ ഉണ്ടായിരിക്കും. സോ ബിറ്റ്വീൻ കോളം ബിറ്റ്വീൻ റോ റെസിജ്വൽ. എന്നിട്ട് പിന്നെ എന്തുണ്ടാവും, SSC ഉണ്ട്. ഇവിടുത്തെ പോലെ തന്നെ ബിറ്റ്വീൻ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് സം ഓഫ് സ്ക്വയേഴ്സ് ഉണ്ടാവും, SSC ആയിരിക്കും. ബിറ്റ്വീൻ റോസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് റോസ് ഉണ്ടായിരിക്കും അല്ലേ. റോസിന് സിന്റെ സ്ഥാനത്ത് 6 കൊടുത്താൽ മതി. പിന്നെ നമുക്ക് എന്തുണ്ടായിരിക്കണം, നമ്മൾക്ക് ഇതിൻ്റെ എറർ ഉണ്ടായിരിക്കണം. നേരത്തെ പോലെ എറർ വേണം. ആര്, SSE എററാണ്. അപ്പോൾ മൊത്തത്തിൽ ആ സ്ക്വയേഴ്സിന് എന്തെഴുതാം, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടോട്ടൽ. അപ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടോട്ടൽ എന്ന് പറയുന്നത് നേരത്തെ SSC പ്ലസ് SSC മാത്രമായിരുന്നെങ്കിൽ ഇവിടെ SSC പ്ലസ് SSR പ്ലസ് SSC ആണ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടോട്ടൽ. പിന്നെ അതുപോലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണുമ്പോൾ ഇവിടെ കോളത്തിൻ്റെ എണ്ണത്തിൽ നിന്ന് -1 ചെയ്താലാണ് SSCൻ്റെ കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. SSRൻ്റെ കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അപ്പോൾ എന്തായിരിക്കും, നമ്മുടെ റോൻ്റെ എണ്ണം R -1 ചെയ്താലായിരിക്കും SSRൻ്റെ കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. പിന്നെ SST ഇവിടെയും n-1 ഇവിടെ n-1. SSEൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇവിടെ ഈ ടോട്ടൽ എന്നിൽ നിന്ന് കോളം മൈനസ് ചെയ്തതായിരുന്നു. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, നമ്മൾ n ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ കിട്ടിയ 2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. സോ C-1 ഇൻറ്റു R-1 ആണ് എററിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നേരത്തെ എന്തായിരുന്നു, എന്നിൽ നിന്ന് C കുറച്ചത്, ഇപ്പം എന്താണ് C-1 ഇൻറ്റു R-1 ആണ്. ഇനി മീൻ സ്ക്വയർ MS നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടാവും, ഇവിടെ MSC മാത്രമേ ഉള്ളൂ. ഇവിടെ ആർക്കും ഉണ്ടാവും, MSC ഉണ്ടാവും, ഇവിടെ MSR ഉണ്ടായിരിക്കും റോന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലേ. പിന്നെ നമ്മുടെ MSE ഉണ്ടായിരിക്കും, MSE അല്ലേ, ഇതിന് എററിന് കറസ്പോണ്ടിങ് ആയിട്ട്. ടോട്ടൽ ഇവിടെ എഴുതരുത് കേട്ടോ, ഇവിടെ നിന്ന് ടോട്ടൽ ഇല്ല. ടോട്ടൽ എവിടെ വരെയുള്ളൂ, നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരെയുള്ളൂ ആ ടോട്ടൽ, SST വരെയുള്ളൂ. പിന്നെ ടോട്ടലിൻ്റെ വാല്യൂ നിങ്ങളൊന്നും എഴുതണ്ട. പിന്നെ നമുക്ക് F റേഷ്യോ കാണണം. ഇവിടെ എന്തായിരുന്നു F റേഷ്യോ, ഈ കിട്ടിയ MSC ഡിവൈഡ് ബൈ MSE ആയിരുന്നു. ഇവിടെ നമുക്ക് ഒരു F റേഷ്യോ ആണോ കിട്ടുക, അല്ല 2 F റേഷ്യോ കിട്ടും അല്ലേ. അപ്പോൾ 2 F റേഷ്യോ എങ്ങനെ വരും, ആദ്യം നമുക്ക് MSC ഡിവൈഡഡ് ബൈ MSE ഉണ്ടായിരിക്കും, അതുപോലെ MSR ഡിവൈഡഡ് ബൈ MSE ഉണ്ടായിരിക്കും. അതിന് കറസ്പോണ്ടിങ് നെയിംസ് മാറും. ഈ MSCൻ്റെ കറസ്പോണ്ടിങ് FC എന്ന് പറയാം, ഈ MSR വെച്ച് എഴുതുന്നതിന് FR എന്നും പറയാം. സോ 2 വേരിയൻസ് ഉണ്ട്, 2 F റേഷ്യോ എന്ന് പറയാം. സോ നമ്മൾ ഇവിടെ എങ്ങനെയാണ് തുടങ്ങുക, ഇവിടെ നമ്മൾ അസംഷൻ നമ്മൾ എടുത്തു, നൾ ഹൈപ്പോത്തസിസ് ആവറേജ് എല്ലാത്തിൻ്റെയും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. നൾ ഹൈപ്പോത്തസിസ് H0 = α1 = α2 = α3 = α4 എല്ലാത്തിൻ്റെയും ആവറേജ് വാല്യൂ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞെടുക്കുകയാണ്. ഇവിടെ ഒരു അസംഷൻ മതിയോ, പോരാ, 2 അസംഷൻ വേണം. നമ്മളിവിടെ വേറെ നൾ ഹൈപ്പോത്തസിസും കൂടി എടുക്കും. നോട്ട് ഇക്വൾ ടു ഇവിടെ α1 ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് β1 = β2 = β3 = β4 എല്ലാത്തിൻ്റെയും ആവറേജ് വാല്യൂ സെയിം ആയിരിക്കും എന്നൊരു അസംഷൻ എടുക്കുകയാണ്. ആവറേജ് വാല്യൂ സെയിം, നേരത്തെ സെയിൽസ്മാൻ്റെ ആവറേജ് സെയിൽസ് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ. അതുപോലെ എന്തെങ്കിലുമൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ആവറേജ് പെർഫോമൻസ് സെയിം ആണെന്ന് തെളിയിക്കണം. അപ്പോൾ എന്തിൻ്റെ ആയാലും, മെഷീനിൻ്റെ ആയാലും വർക്കേഴ്സിൻ്റെ ആയാലും ആവറേജ് പെർഫോമൻസ് സെയിം ആണെങ്കിൽ നമ്മൾ സെയിം ആണ് എന്ന് പറഞ്ഞിട്ട് അസംഷൻ എടുക്കുക. അത് തെറ്റാണോ ശരിയാണോ എന്ന് ലാസ്റ്റ് നമുക്ക് വേരിയൻസ് നോക്കുമ്പോൾ അറിയാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വേരിയൻസ് ചെറുതാവണം എപ്പോഴും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വേരിയൻസ് ആ ടേബിളിൽ കൊടുത്ത വേരിയൻസിലേറെ ചെറുതാണെങ്കിൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. അല്ല, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് നമുക്ക് ഒറിജിനൽ ടേബിളിലുള്ളതിലേറെ വലുതാണെങ്കിൽ നമ്മൾ ഈ എടുത്തത് തെറ്റാണെന്നും പറയും അല്ലേ. സോ നമുക്ക് 2 അസംഷൻ എടുത്തു. എന്നിട്ട് എന്ത് കാണണം, T കാണാം അല്ലേ. എന്നിട്ട് T²/n കറക്ഷൻ ഫാക്ടർ കാണാം. അതേപോലെ തന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, SST കാണും. SST എന്തായിരുന്നു, നമ്മൾ ഓരോ എലമെൻറ്റ്സും നമുക്ക് ടേബിളിൽ ഏതൊക്കെ എലമെൻറ്റ്സ് തന്നിട്ടുണ്ടോ ആ ഓരോ എലമെൻറ്റ്സും സ്ക്വയർ ചെയ്യുക, എന്നിട്ട് അതെല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഓരോ എലമെൻറ്റ്സും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത സം ഓഫ് സ്ക്വയേഴ്സ് ആയി. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ കറക്ഷൻ ഫാക്ടർ T²/n. T എന്തായിരുന്നു, നമ്മുടെ ഓരോ എലമെൻറ്റും സ്ക്വയർ ചെയ്യാതെ സിംപ്ലി ഓരോ എലമെൻറ്റ്സും തമ്മിൽ ആഡ് ചെയ്തതിൻ്റെ ടോട്ടൽ വാല്യൂ എടുക്കുക. ടോട്ടൽ വാല്യൂവിനെ സ്ക്വയർ ചെയ്തിട്ട് എണ്ണവുമായി ഹരിച്ചെഴുതിയ T²/n. അപ്പോൾ ഓരോ എലമെൻറ്റിനെയും നമ്മൾ സ്ക്വയർ ചെയ്തത് ഇതിൽ നിന്ന് T²/n ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, SST കിട്ടും അല്ലേ. അപ്പോൾ SST ഇവിടെ സം ഓഫ് സ്ക്വയേഴ്സ് -T²/n തന്നെയാണ്. SSC എന്താണ്, SSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും സെയിം ആണ്.
അതായത് ഓരോ കോളത്തിനും ഓരോ ടോട്ടൽ ഉണ്ടായിരിക്കും. ആ ഓരോ കോളത്തിൻ്റെ ടോട്ടലും സ്ക്വയർ ചെയ്ത് ആ കോളത്തിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത് എഴുതണം. സോ ഇവിടെ നമ്മൾ SSC ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓരോ കോളത്തിൻ്റെയും ടോട്ടൽ എടുത്ത് സ്ക്വയർ ചെയ്തിട്ട് ആ കോളത്തിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതുമായി ഡിവൈഡ് ചെയ്യണം. പ്ലസ് അടുത്ത കോളത്തിലെ ടോട്ടൽ എടുത്ത് അതിനെ സ്ക്വയർ ചെയ്ത് അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതുമായി ഡിവൈഡ് ചെയ്യണം. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലും മൈനസ് കറക്ഷൻ ഫാക്ടർ ഉണ്ട്. സോ SSTയിലും മൈനസ് കറക്ഷൻ ഫാക്ടർ ഉണ്ട്, SSCയിലും കറക്ഷൻ ഫാക്ടർ ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. SSCക്ക് പകരം അവർ SST എന്ന് പറഞ്ഞിട്ട് എഴുതിയില്ല. SST അവർ ആൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അത് SSC ആണ് കോളം ടോട്ടൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തത് എന്താ, SSC കണ്ടു. ഇനി നമ്മൾ നേരിട്ട് SSC കാണാൻ പറ്റുമോ? ഇല്ല. ഇവിടെ SSC എന്താണ്, SSC കിട്ടണമെങ്കിൽ നമുക്ക് SSR കൂടി അറിയണം അല്ലേ. സോ SSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റോയും കൂടി വരുമല്ലോ. SSR എങ്ങനെയായിരിക്കും, ഇതുപോലെ ആ റോയിലെ കറസ്പോണ്ടിങ് റോ ടോട്ടൽസ് എടുക്കണം. റോ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ കോളത്തിൻ്റെ അടിയിൽ ഇതുപോലെ ടോട്ടൽ എഴുതുന്ന പോലെ തന്നെ 2 വേരിയബിൾ ഉണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് വേരിയബിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് റോൻ്റെ ഇതിൽ ഒരു ലാസ്റ്റ് ടോട്ടൽസ് ഉണ്ടായിരിക്കും. സോ ഇവിടെ ഒരു ടോട്ടൽ ഉണ്ടായിരിക്കും, ഇവിടെ ഒരു ടോട്ടൽ ഉണ്ടായിരിക്കും. ഇവിടെ ഉണ്ടായിരിക്കുന്ന ടോട്ടൽ കോളം ടോട്ടൽസ് ആയിരിക്കും, ഇവിടെ ഉണ്ടായിരിക്കുന്ന ടോട്ടൽ റോ ടോട്ടൽസ് ആയിരിക്കും. സോ ഓരോ റോൻ്റെയും ടോട്ടൽ ഇതൊക്കെ പ്ലസ് ചെയ്ത് ടോട്ടൽ വാല്യൂ എഴുതിയിട്ടുണ്ടാവും. ആ ടോട്ടൽ വാല്യൂ ആണ് നമ്മൾ SSRന് വേണ്ടി ഉപയോഗിക്കുക. സോ ഇവിടെ കോളം ടോട്ടലാണ് SSCക്ക് വേണ്ടി ഉപയോഗിക്കുക, റോ ടോട്ടലാണ് നമ്മൾ SSRന് വേണ്ടി ഉപയോഗിക്കുക. ഇത് കോളം ടോട്ടൽ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ കോളം ആണ്. അതിനൊക്കെ പ്ലസ് ചെയ്ത് എഴുതിയതാണ്. ഇവിടെ ഈച്ച് റോൻ്റെ സമ്മ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ആ റോയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ റോൻ്റെയും ടോട്ടൽ വാല്യൂ എടുത്തിട്ട് സ്ക്വയർ ചെയ്തിട്ട് ആ റോയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതുമായിട്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ റോൻ്റെയും സമ്മ് അങ്ങനെ സ്ക്വയർ ചെയ്ത് ഡിവൈഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇവിടെ എന്തുണ്ട്, മൈനസ് കറക്ഷൻ ഫാക്ടർ ഉണ്ട്. സോ ഇവിടെയും കറക്ഷൻ ഫാക്ടർ വന്നു. SST ടോട്ടൽ വാല്യൂ കിട്ടി, SSC കിട്ടി, SSR കിട്ടി. അപ്പോൾ നമുക്ക് SSE കണ്ടൂടെ, ഈ ടോട്ടൽ SSTയിൽ നിന്ന് SSCയും SSRും കുറച്ച് നമുക്ക് SSE കിട്ടും. സോ SSE എറർ, നമ്മുടെ സ്ക്വയേഴ്സ് ഓഫ് എറർ എങ്ങനെ കാണാം, നമുക്ക് SSE ഈസ് ഈക്വൽ ടു SST മൈനസ് SSC മൈനസ് SSR എന്ന് കിട്ടും. സോ ടോട്ടൽ ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണം, MS വാല്യൂസ് വേണമല്ലേ. സോ ഈ MS വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ വായിച്ചത് നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ്. MS വാല്യൂ MSC ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഈ SSC ഡിവൈഡഡ് ബൈ അതിൻ്റെ കറസ്പോണ്ടിങ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം C-1. ഇവിടെ എന്ത് കിട്ടും, MSR ആണ് അല്ലേ, റോ ആണ്. അപ്പോൾ MSR ഈസ് ഈക്വൽ ടു SSR ഡിവൈഡ് ബൈ അതിൻ്റെ കറസ്പോണ്ടിങ് ഡിഗ്രി ഓഫ് ഫ്രീഡം R-1. റോ നമ്പർ ഓഫ് റോ -1 അത്രയേ ഉള്ളൂ. നമുക്ക് MSEയും കൂടി കാണും. MSC കാണുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്, SSE ഡിവൈഡഡ് ബൈ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താ C-1 ഇൻറ്റു R-1 ചെയ്യാം. സോ MSC ഈസ് ഈക്വൽ ടു SSE ഡിവൈഡഡ് ബൈ C-1 ഇൻറ്റു R-1. എന്നിട്ട് നമുക്ക് നമ്മുടെ വേരിയൻസ് F റേഷ്യോ കാണാം. F റേഷ്യോ കാണുമ്പോൾ FC ഈസ് ഈക്വൽ ടു MSC ഡിവൈഡഡ് ബൈ MSE, ഇത് ഡിവൈഡ് ബൈ ഇത്, പിന്നെ ഇത് ഡിവൈഡ് ബൈ ഇത്, 2 F റേഷ്യോ കിട്ടും. നമ്മൾക്ക് എന്താ വേണ്ടത്, FC ടേബിൾ വാല്യൂലേറെ ചെറുത്. അതായത് നമുക്ക് ഒരു നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ബുക്ക് ആരും കൊണ്ടുപോകാൻ മറക്കരുത്, ആ ബുക്ക് കയ്യിൽ കരുതണം. അത് ഇതുവരെ വാങ്ങാത്തവരുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 2 പ്രോബ്ലത്തിൽ നമുക്ക് Z വാല്യൂസ് കാണാനൊക്കെ അത് ഉപയോഗിച്ചിരുന്നതാണ്. ആ ടേബിളിൽ നമ്മൾ നോക്കുക, ആ ടേബിളിൽ നോക്കിയിട്ട് നമ്മൾ വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യുക. ആ ടേബിളിലെ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. ആ ടേബിൾ ആയിരിക്കണം ഏറ്റവും വലുത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് ചെറുതായിരിക്കണം. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് ടേബിൾ വാല്യൂലേറെ ചെറുതാണെങ്കിൽ നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാം. അതായത് കോളം ടോട്ടൽ, ഇത് കോളത്തിനെ ബേസ് ചെയ്തിട്ടാണ്. സോ FC ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ FR ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈപ്പോത്തസിസും അക്സെപ്റ്റ് ചെയ്യാം. നേരെ മറിച്ച് അതായത് ഇതിപ്പോൾ വർക്കേഴ്സിനെയാണ്, ഇപ്പോൾ ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, വർക്കേഴ്സൊക്കെ ആവറേജ് പെർഫോമൻസ് സെയിം ആണ്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ ആണ് ടേബിൾ വാല്യൂലേറെ കൂടുതലെന്ന് കരുതുക. അപ്പോൾ നമുക്ക് വർക്കേഴ്സിൻ്റെ ആവറേജ് പെർഫോമൻസ് സെയിം ആണ്, പക്ഷേ മെഷീൻസിൻ്റെ ആവറേജ് പെർഫോമൻസ് സെയിം അല്ല എന്ന് പറയേണ്ടി വരും. സോ രണ്ടും ഇതിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറയാം. ഇത് കോളം ടോട്ടൽസിനെ നോക്കിയിട്ട് സെയിം ആണോ അല്ലേ എന്ന് പറയാം. ഇത് റോ ടോട്ടൽസിന്, അതായത് നമ്മൾ ഏതാണോ എടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. കോളമാണ് നമ്മുടെ വേരിയബിൾ ഏതാണെന്ന് വെച്ചാൽ ആ രീതിയിലാണ് കോളം റോയും നോക്കേണ്ടത് കേട്ടോ. നമ്മൾ റോയിലാണോ കോളത്തിലാണോ നമ്മൾ വേരിയബിൾ കറസ്പോണ്ടിങ് വേരിയബിൾ എഴുതിയത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫൈനലി ആൻസർ പറയേണ്ടത്. മെഷീൻസ് ഇവിടെയും ഡിനോട്ട് ചെയ്തു, നമ്മുടെ വർക്കേഴ്സ് ഇവിടെയും ഡിനോട്ട് ചെയ്തു എങ്കിൽ മെഷീൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് വരുന്നത് എവിടെയാണ്, കോളം വൈസ് ആണ്. സോ നമ്മൾ കോളം വൈസ് കിട്ടിയത് മെഷീൻ്റെ വാല്യൂ ആയിരിക്കും. വർക്കേഴ്സ് നമ്മൾ ഈ ഒരു സൈഡിൽ ഡിനോട്ട് ചെയ്ത് ഇങ്ങനെ നിരത്തിയാണ് എഴുതി പോയെങ്കിൽ നമ്മളുടെ ലാസ്റ്റ് റോ കിട്ടുന്ന ആരായിരിക്കും, വർക്കേഴ്സിൻ്റെ ആയിരിക്കും. സോ നമ്മൾ താഴേക്ക് എഴുതിയത് ആരുടെ, അതിൻ്റെ മുകളിൽ ആരാണോ അതായിരിക്കും നമ്മുടെ 2-way ക്ലാസിഫിക്കേഷൻ ടേബിളിൽ കോളത്തിൻ്റെ മുകളിൽ ആരുടെ പേരാണോ അതാണ് നമ്മുടെ കോളം റേഷ്യോ കിട്ടുമ്പോൾ അവരുടെ തീരുമാനം എടുക്കേണ്ടത്. നമ്മുടെ റോഡ് നേരെ ആരുടെ പേരാണോ എഴുതിയത് അതാണ് നമ്മുടെ 2-way ക്ലാസിഫിക്കേഷൻ ടേബിളിൽ അവരുടെ തീരുമാനം
നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. വാല്യൂലറെ കൂടുതലാണോ കുറവാണോ നോക്കുക. അത്രയേ ഉള്ളൂ 2-way ക്ലാസിഫിക്കേഷൻ ടേബിൾ. അടുത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻ നമ്പർ 25 ഞാനൊന്ന് പറഞ്ഞുതരാം. അത് തിയറി പോർഷൻ തന്നെയാണ്, പക്ഷേ ആ തിയറി എങ്ങനെ വന്നതെന്നുള്ളത് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടി, ലാപ്ലേസ് ഫോർമുല, സാഷസ് ഫോർമുലയൊക്കെ. സോ നമ്മുടെ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പർ കാണാനുള്ള അഗ്രിഗേറ്റീവ് ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ മെത്തേഡ് എങ്ങനെയായിരുന്നു നമുക്കറിയാം. പ്രൈസ് റിലേറ്റീവ് എങ്ങനെയാണ്, P1/P0 കറണ്ട് പ്രൈസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ് ആണ് പ്രൈസ് റിലേറ്റീവ്. സോ ഇവിടെയൊക്കെ P1/P0 തന്നെയാണ്. ആ P1/P0ൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന വെയിറ്റ് ആണ് മാറുന്നത്. ഇവിടെ ആഡ് ചെയ്യുന്ന വെയിറ്റ് എത്രയാണ്, Q0 എന്ന വെയിറ്റ് ആണ് ലാപ്ലേസ് മെത്തേഡിൽ ആഡ് ചെയ്യുന്നത്. സോ സമ്മേഷൻ Q0 P1 ഡിവൈഡ് ബൈ സമ്മേഷൻ Q0 P0. ഇവിടെ സാഷസ് മെത്തേഡിൽ P1/P0 തന്നെയാണ്. അഗ്രിഗേറ്റ് ആവുകൊണ്ട് സമ്മേഷൻ എല്ലാത്തിലും വരുമല്ലോ. അപ്പോൾ ഇവിടെ വെയിറ്റ് ആഡ് ചെയ്യുന്നത് Q1 ആണ്. സോ സമ്മേഷൻ Q1 P1 ഡിവൈഡ് ബൈ സമ്മേഷൻ Q1 P0 × 100 ആണ് സാഷസ് മെത്തേഡിൽ. ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ് എങ്ങനെയാണ്, ഇത് രണ്ടിൻ്റെയും റൂട്ട് ഓഫ് L × P ആണ്. അപ്പോൾ റൂട്ട് ഓഫ് ദിസ് വൺ ഇൻറ്റു റൂട്ടിൻ്റെ ഉള്ളിൽ ദിസ് വൺ ചെയ്താലാണ് ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ് ആവുന്നത്. മാർഷൽ എഡ്ജ്വർത്ത് മെത്തേഡ് എങ്ങനെയാണ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ന്യൂമറേറ്റർ പ്ലസ് ചെയ്യുക ഡിവൈഡഡ് ബൈ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ പ്ലസ് ചെയ്തത്. സോ സമ്മേഷൻ Q0 P1 പ്ലസ് സമ്മേഷൻ Q1 P1 ഡിവൈഡ് ബൈ സമ്മേഷൻ Q0 P0 പ്ലസ് സമ്മേഷൻ Q1 P0 × 100 ചെയ്താൽ മാർഷൽ എഡ്ജ്വർത്ത് മെത്തേഡായി. പേരുകൾ ഓർത്ത് വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കരുത്. ഇത് മൂന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഈ മൂന്ന് നമുക്ക് ഇത് രണ്ടും പറഞ്ഞാൽ പിന്നെ വേറെ ഏതും നമുക്ക് എഴുതാം. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിലേഷൻ ഓർത്ത് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എഴുതാം. ഈ രണ്ടെണ്ണം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ പേരുകളും. പിന്നെ ഡോർബിഷ് ബൗളിസ് മെത്തേഡ് എന്താ, ഇതിൻ്റെ രണ്ടിനെയും കൂടി ആഡ് ചെയ്തിട്ട് അതിന് ഡിവൈഡ് ബൈ 2. സോ അത് രണ്ടും ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്താൽ ഡോർബിഷ് ബൗളിസ് മെത്തേഡായി. കെല്ലീസ് മെത്തേഡ് എങ്ങനെയാണ്, കെല്ലീസ് മെത്തേഡിൽ നമ്മൾ Q0 Q1 എന്ന് പ്രത്യേകിച്ചിട്ട് നമ്മൾ ആ വെയിറ്റ് പറയാതെ Q എന്നൊരു വെയിറ്റ് പറയും. സോ Q എന്താ അവിടെ, Q = നമ്മുടെ Q1 + Q0 ഡിവൈഡ് ബൈ 2 ആണ്. സോ അങ്ങനെ ഒരു Q പറയുകയാണെങ്കിൽ കെല്ലീസ് മെത്തേഡായി. സോ ഇവിടെ നമുക്ക് അതൊന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ നമ്മുടെ ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ് നമ്മുടെ ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. സോ ആദ്യം ആ ടെസ്റ്റുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും ഒന്നുമില്ല, സിമ്പിളാണ്. ടൈം റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ടൈം മാറ്റി കൊടുക്കണം. ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ P1 എന്ന് പറയുന്നത് എന്ത് ടൈമാണ്, P1 എന്ന് പറയുന്നത് കറണ്ട് ഇയർ ആണ് അല്ലേ. P1 എന്ന് പറയുന്നത് കറണ്ട് ഇയർ പ്രൈസ് ആണ്. P0 എന്ന് പറയുന്നത് എന്താ, ബേസ് ഇയർ പ്രൈസ് ആണ് അല്ലേ. അപ്പോൾ കറണ്ട് ഇയർ പ്രൈസ്, ബേസ് ഇയർ പ്രൈസ് എന്നുള്ളത് ഈ ഒരു 1ഉം 0 ആണ് നമ്മുടെ ടൈം തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 1 ആണ് നമ്മുടെ കറണ്ട് ആണോ 0 ആണോ ബേസ് ആണോ തീരുമാനിക്കുന്നത്. സോ നമ്മുടെ ടൈം തീരുമാനിക്കുന്ന ആരാ, ഈ കാണുന്ന 1ഉം 0സും. ടൈം റിവേഴ്സൽ ടെസ്റ്റ് കാരണം ഒന്നുമില്ല. ഈ ഇക്വേഷൻ്റെ ഒക്കെ ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നോക്കാൻ. ഈ 0ൻ്റെ സ്ഥാനത്തൊക്കെ 1 കൊടുക്കുക, 1ൻ്റെ സ്ഥാനത്തൊക്കെ 0 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് മെത്തേഡ് ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ നോക്കുക. സമ്മേഷൻ Q0ൻ്റെ സ്ഥാനത്ത് Q1 ആവും. 0 1 ആയില്ലേ, പിന്നെ 1 0 ആവും. ബാക്കി ഇവിടെ 0 എന്തായി, 1 ആയി. ഇവിടെ P0 എന്തായി, 1 ആയി. അപ്പോൾ സമ്മേഷൻ Q1 P1 P0 Q1 P1 എന്നാണ് കിട്ടിയത്. ഇവിടെ എങ്ങനെ ഇത് നോക്കാം, സമ്മേഷൻ Q1 എന്തായി, സമ്മേഷൻ Q0 P1 P0 ആയി. സമ്മേഷൻ Q1 Q0 ആയി, P0 P1 ആയി. സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ടൈം റിവേഴ്സൽ ടെസ്റ്റിൻ്റെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ടൈം റിവേഴ്സൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിൻ്റെ മുമ്പും ശേഷമുള്ള ഈ രണ്ടെണ്ണം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം, 1 കിട്ടണം. സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടുന്നത് നോക്കാൻ ദിസ് 1 × ദിസ് 1 ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ =1 കിട്ടുന്നുണ്ടെങ്കിൽ അത് ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ Q0 P1 ആണ്, ഇവിടെ Q1 P1 ആണ്. വെട്ടിപ്പോകുന്നുണ്ടോ, ഇല്ല. ഇവിടെ Q0 P0 ആണ്, Q1 P0 ആണ്. 100ലേക്ക് മറന്നേക്കും. ഇവിടെ ഇൻറ്റു 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. സോ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ എന്ത് ചെയ്യുന്നില്ല, ലാപ്ലേസ് മെത്തേഡ് ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി അടുത്ത ആരാ, സാഷസ് മെത്തേഡ്. സാഷസ് മെത്തേഡിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഫാക്ടർ എടുക്കുക, എന്നിട്ട് ഇൻറ്റു നമ്മുടെ ഇതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ നമുക്ക് ടൈം റിവേഴ്സൽ ഇൻറ്റു 1 കിട്ടുന്നുണ്ടോ. Q1 P0 Q0 P0 വെട്ടിപ്പോവില്ല. Q1 P1 Q0 P1 വെട്ടിപ്പോവില്ല. നമുക്ക് ഇതും ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. പിന്നെ ആരാ ചെക്ക് ചെയ്യാനുള്ള, ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ്. ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡിൽ നമ്മൾ ഈ വാല്യൂസ് ചെക്ക് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ടൈം റിവേഴ്സൽ ചെക്ക് ചെയ്തിട്ട് 2 വാല്യൂസും നോക്കണം. സോ ഞാൻ ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡിന് ആദ്യം ഇതിൻ്റെ ടൈം റിവേഴ്സ് ചെയ്ത് എഴുതണം. സോ ആദ്യം ഞാൻ ഇതിനൊന്ന് എടുത്തെഴുതി, എന്നിട്ട് ഇതിനെ ടൈം റിവേഴ്സ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക, Q0ൻ്റെ സ്ഥാനത്ത് Q1 ആണ്. 0 ഉള്ളതൊക്കെ 1 ആവില്ലേ, 1 ഉള്ളതൊക്കെ 0 ആവും. സോ അതുപോലെ ഇതിലെ സീറോസിൻ്റെ ഒക്കെ അടുത്ത് 1ഉം 1ൻ്റെ അടുത്തൊക്കെ 0സും എഴുതാം. സോ അങ്ങനെ എഴുതിയാൽ എന്താ കിട്ടുന്നത് നോക്കാം. 1ൻ്റെ അടുത്തൊക്കെ 0സും 0ൻ്റെ അടുത്തൊക്കെ 1ഉം കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് ഈ ഫസ്റ്റത്തെ ഇതിൻ്റെ റിവേഴ്സൽ കിട്ടിയത്. സോ നമ്മുടെ റൂൾ പ്രകാരം എന്താ പറയുന്നത്, ഇത് ഇൻറ്റു ഇത്
ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മുമ്പുള്ളത് ഇൻറ്റു ഇപ്പോഴത് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടുന്നുണ്ടോ നോക്കണം. സോ ഇത് 1 കിട്ടുന്നുണ്ടോ എന്ന് എങ്ങനെ നോക്കാം? ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തുമ്പോൾ നമുക്ക് എങ്ങനെ വരിക? സോ 2 സ്ക്വയർ റൂട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനെ ഒരൊറ്റ സ്ക്വയർ റൂട്ട് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. ഇത് 1 കിട്ടുന്ന ചെക്ക് ചെയ്യാൻ നമുക്ക് വെട്ടിപ്പോകുന്നോ നോക്കാം. ഇവിടെ സമ്മേഷൻ Q0 P1 ഉണ്ട്, ഇവിടെ സമ്മേഷൻ Q0 P1 ഉണ്ട്, ഇവിടെ സമ്മേഷൻ Q0 P0 ഉണ്ട്, ഇവിടെ സമ്മേഷൻ Q0 P0 ഉണ്ട്, ഇവിടെ സമ്മേഷൻ Q1 P1 ഉണ്ട്, ഇവിടെ സമ്മേഷൻ Q1 P1 ഉണ്ട്, ഇവിടെ സമ്മേഷൻ Q1 P0 ഉണ്ട്, ഇവിടെ സമ്മേഷൻ Q1 P0 ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടി? 1 കിട്ടി. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് √1 = 1. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ് നമ്മുടെ ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് അപ്പോൾ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്? ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം റിവേഴ്സൽ ടെസ്റ്റ് എന്താ ചെയ്തത്? നമ്മൾ ടൈം മാറ്റി കൊടുത്തു. 0 ഉള്ളിടത്ത് 1ഉം 1 ഉള്ളിടത്ത് 0 ആക്കി കൊടുത്തു. ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതല്ല. P ഉള്ളിടത്ത് എന്ത് കൊടുക്കണം? Q കൊടുക്കണം. Q ഉള്ളിടത്ത് എന്ത് കൊടുക്കണം? P കൊടുക്കണം. അപ്പോൾ നമ്മുടെ P എന്ന പ്രൈസ് ഫാക്ടറിന് പകരം നമ്മുടെ ഈ Q ഫാക്ടർ കൊടുക്കുക, Q എന്ന ഫാക്ടറിന് പകരം P എന്ന ഫാക്ടർ കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫാക്ടേഴ്സ് മാറ്റുന്നതാണ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. സോ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഒരു പോയിന്റ് കൂടി ഉള്ളത്, നമ്മൾ ടൈം റിവേഴ്സൽ ടെസ്റ്റിൽ P01 എന്നായിരുന്നല്ലോ നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്തിരുന്നത്. പ്രൈസ് റിലേറ്റീവ് P01 എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് റിലേറ്റീവ് ഓഫ് കറണ്ട് ഇയർ ടു ദ ബേസ് ഇയർ. സോ പ്രൈസ് റിലേറ്റീവ് ഓഫ് കറണ്ട് ഇയർ ടു ദ ബേസ് ഇയർ ആണ് നമ്മൾ പൊതുവേ എഴുതുന്നത്. P01 ആണ് ഇത്. ഇനി അതിൻ്റെ ടൈം റിവേഴ്സൽ എന്ന് പറയുന്നത് 1 ഉള്ളിടത്ത് 0യും 0 ഉള്ളിടത്ത് 1 ആകുമ്പോൾ P10 ആവും. സോ നമ്മുടെ ഒറിജിനൽ ഇതാണ്. പ്രൈസ് റിലേറ്റീവ് ഓഫ് P01 ആണ് ഒറിജിനൽ. പ്രൈസ് റിലേറ്റീവ് ഓഫ് കറണ്ട് ഇയർ ടു ദ ബേസ് ഇയർ. അവിടെ 0 ഉള്ളിടത്ത് 1 കൊടുത്താൽ P10 നമുക്ക് 1 കിട്ടണം. ഫാക്ടർ റിവേഴ്സൽ എന്താണ്? നമ്മുടെ P01 ഇൻറ്റു ഈ Q01 ആയി, അതായത് P ഉള്ളിടത്ത് എന്തായി? Q ആയി. സോ P01 ഇൻറ്റു Q01. ഇവിടെ നമുക്ക് രണ്ടും 1 ആണ് കിട്ടേണ്ടത് വെച്ചാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇതാണ് കിട്ടുന്നത്. സമ്മേഷൻ Q1 P1 ബൈ സമ്മേഷൻ Q0 P0. അതായത് എങ്ങനെയാണ്? ഇവിടെ രണ്ടിൻ്റെയും Q1 P1 തന്നെയാണ്. അതായത് രണ്ടിൻ്റെയും നമ്മുടെ ബേസ് സെയിം ആണല്ലേ. Q1ൻ്റെയും P1ൻ്റെയും ബേസ് സെയിം ആണ്. ഡിനോമിനേറ്ററിലും Q0ൻ്റെയും P0ൻ്റെയും ബേസ് സെയിം ആണ്. സോ മുകളിൽ രണ്ടിനും ബേസ് 1ഉം താഴെ രണ്ടിനും ബേസ് 0 ആയിട്ടുള്ള ഈ ഒരു ഫോമിലേക്കാണ് ഇത് എത്തുന്നുണ്ടെങ്കിൽ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോമിലേക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഇതിൻ്റെ ഫാക്ടേഴ്സ് മാറ്റി കൊടുക്കുമ്പോൾ എങ്ങനെ വരിക? Q0 ഉള്ളിടത്ത് P0 വരും, P1 ഉള്ളിടത്ത് Q0. സമ്മേഷൻ അങ്ങോട്ട് എഴുതാനും ഇങ്ങോട്ട് എഴുതാനും മൾട്ടിപ്ലിക്കേഷൻ സെയിം ആണ്. സോ ഞാൻ ആദ്യം ഈ P1 എന്താവും? Q1 ആവും. Q0 എന്താവും? P0 ആവും. അതുപോലെ ഇവിടെ എന്തായി? നമ്മുടെ Q0 എന്താവും? P0 ആവും. P0 എന്താവും? Q0 ആവും. സോ അവിടെ വ്യത്യാസം വരുന്നില്ല, കാരണം അവിടെ രണ്ടും Qയും Pയും 0 തന്നെയാണ് ഇട്ട് വരുന്നത്. ഇനി അടുത്തത് എന്താ? ഇവിടെ എന്താ വരിക? ഇവിടെ Q1 സമ്മേഷൻ Q1 എന്താവും? P1 ആവും. P1 Q1 ആവും. സോ നമുക്ക് അപ്പോഴും സെയിം, രണ്ട് സെയിം ആയതുകൊണ്ട് Q1 P1 എന്ന് തന്നെ വരും. ഇവിടെ Q1 P1 ആവും, P0 Q0 ആവും. സോ ഇവിടെ കിട്ടുക Q0 P1 എന്നായിരിക്കും നമുക്ക് കിട്ടുക. സോ ഇങ്ങനെയാണ് നമ്മുടെ ഇതിന് വരുന്നത്. ഇനി ഇതിനെ രണ്ടിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടുന്നുണ്ടോ നോക്കണം. സോ Q1 P1 എന്നൊരു ടേം മുകളിൽ വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ Q1 P1 ഇല്ല. സോ ഇവിടെ എന്തായാലും അത് കിട്ടില്ല എന്ന് ഉറപ്പാണ് അല്ലേ, ഇവിടെ Q1 P1 ഇല്ലാത്തത് കൊണ്ട്. ഇനി ഇവിടെ നോക്കും, ഇവിടെ Q1 P1 ഉണ്ട്, Q1 P1 ഉണ്ട്. Q0 P0 ഉണ്ട് ഇവിടെ താഴെ. ഇല്ല, ഇവിടെ Q0 P0 അല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ Q1 P1 ഇല്ല, അവിടെ Q0 P0 ആണ്. ഇവിടെ Q1 P1 ഉണ്ട്, എന്തില്ല? Q0 P0 അല്ല. സോ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് ഇതിനെ രണ്ടിനെ എഴുതാൻ പറ്റില്ല. സോ ലാസ്പെയേഴ്സ് മെത്തേഡും സാഷിയസ് മെത്തേഡും എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല? നമ്മുടെ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ഇവിടെ ഫസ്റ്റിലെ Q0 P0 ആയി, P1 Q1 ആയി. സോ Q1 P0 ഡിവൈഡഡ് ബൈ, ഞാൻ ഇങ്ങനെ എഴുതുന്നത് ഇത് തിരിച്ചു എഴുതാം കേട്ടോ. തിരിച്ചെഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ലാസ്റ്റ് വെട്ടി പോകുമ്പോൾ ഇതിൻ്റെ ടേംസ് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. സമ്മേഷൻ Q0 P0 അതുപോലെ തന്നെ കിടക്കും അല്ലേ, കാരണം രണ്ടിനും 0 തന്നെ വരുന്നത്. സോ Q0 മാറ്റിയാലും P0 മാറ്റിയാലും സെയിം ടേമിലേക്ക് തന്നെ വരിക. ഇനി സമ്മേഷൻ Q1 P1 എന്താവും? സെയിം തന്നെ വരിക, കാരണം രണ്ടും സെയിം ആണ്. സോ Q1 P1 അതുപോലെ വരും, കാരണം P1ഉം Q1ഉം മാറ്റിയാൽ P1ഉം Q1 തന്നെ കിട്ടുക. ഈ സമ്മേഷൻ Q1 എടുത്തതാവും, Q1 P1 ആവും, P0 Q0 ആവും. സോ നമുക്ക് കിട്ടുക Q0 P1 എന്നാണ് കിട്ടുക അല്ലേ. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതിന് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെ എഴുതാം? സോ അതിനെ രണ്ട് റൂട്ട്സുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒറ്റ റൂട്ടായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ ഫോമിലേക്ക് എത്തുന്നുണ്ടോ നോക്കാം. അതായത് ന്യൂമറേറ്ററിൽ Q1 P1 ഉണ്ടോ? ഉണ്ട്. ന്യൂമറേറ്ററിൽ Q1 P1 ഉണ്ട്, ഡിനോമിനേറ്ററിൽ Q0 P0 ഉണ്ട്. സോ നമുക്ക് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ കിട്ടുന്നത് നോക്കാം. ഇവിടെ Q0 P1 ഉണ്ട്, ഇവിടെ Q0 P1 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ Q1 P0, ഇവിടെ Q1 P0, സോ ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? സമ്മേഷൻ Q1 P1 ഇൻറ്റു സമ്മേഷൻ Q1 P1 സമ്മേഷൻ Q1 P1 ഹോൾ സ്ക്വയർ, സമ്മേഷൻ Q0 P0 ഇൻറ്റു സമ്മേഷൻ Q0 P0 എന്ന് കിട്ടും, സമ്മേഷൻ Q0 P0 ഹോൾ സ്ക്വയർ. ഇപ്പം അങ്ങനെ വരും
സോ രണ്ടിനും സ്ക്വയർ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, കൂളായിട്ട് ഇതിനെ പുറത്തേക്ക് എടുക്കാം. സോ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും, സമ്മേഷൻ Q1 P1 ഡിവൈഡ് ബൈ സമ്മേഷൻ Q0 P0 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് വരേണ്ട ഫോം. ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് എന്നിട്ട് രണ്ടിനും 1 വന്നിരുന്നു, ഡിനോമിനേറ്റർ രണ്ടിനും 0 വരുന്നു. സോ നമുക്ക് കിട്ടേണ്ട ഫോമിലേക്ക് കിട്ടി. സോ എന്ത് ചെയ്യുന്നുണ്ട്, ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ് നമ്മുടെ ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം അതിന് ഐഡിയൽ മെത്തേഡ് എന്നൊക്കെ, ഇൻഡെക്സ് നമ്പറിൻ്റെ ഐഡിയൽ മെത്തേഡ് എന്നൊക്കെ പറയാൻ കാരണം രണ്ട് മെത്തേഡും അതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇതാണിത്, വളരെ സിമ്പിളാണ്, ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ലീനിയർ ട്രെൻഡ് ഇൻ എ ടൈം സീരീസ്. ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. അപ്പോൾ നമുക്ക് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്, ലീനിയർ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലീനിയർ ഇക്വേഷൻ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ എടുക്കുന്ന നമ്മുടെ കറസ്പോണ്ടിങ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് y = a + bx ആണ്. അത് നമ്മുടെ ലീനിയർ ഇക്വേഷൻ എടുക്കുന്നത് y = a + bx. ഇവിടെ കോൺസ്റ്റൻറ്റ് ആദ്യമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നമ്മൾ ജനറലി ax + b എന്നൊക്കെ എഴുതും, അങ്ങനെയല്ല. ഇവിടെ ഞാൻ കോൺസ്റ്റൻസ് ആദ്യം ഇട്ടു, നമ്മുടെ bx ഇങ്ങനെ എഴുതി. y = a + bx എന്നൊരു ഫോമാണ് നമ്മുടെ ലീനിയർ ഇക്വേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് സൈഡിൽ സമ്മേഷൻ എടുത്തൂടെ. സമ്മേഷൻ y എന്ത് കിട്ടും, സമ്മേഷൻ y ഈ സൈഡിൽ എടുക്കുമ്പോൾ സമ്മേഷൻ a പ്ലസ് ഇവിടെ സമ്മേഷൻ bxi എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് സമ്മേഷൻ yi എങ്ങനെ എഴുതാം, സമ്മേഷൻ yi = ഈ സമ്മേഷൻ a എന്ന് പറഞ്ഞാൽ എന്താ, a+, അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത്രയും എണ്ണം പ്ലസ് a. ടോട്ടൽ സം എടുക്കുന്നതിന് പകരം നമുക്ക് ഇതിനെ n എന്ന് വിളിച്ചുകൂടെ. സോ നമുക്ക് ഇവിടെ എന്താ എഴുതാം, NA+. അതുപോലെ b എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണല്ലേ. അപ്പോൾ നമുക്ക് ബിനെ പുറത്തേക്ക് എടുത്ത് ഇവിടെ സമ്മേഷൻ ആർക്ക് മാത്രമേ ഉള്ളൂ, എക്സിന് മാത്രമേ ഉള്ളൂ. സോ b × xi, ഇവിടെ a++ ഫോമാണ്. സോ നമ്മൾ n എന്ന് എഴുതി. നമുക്ക് സമ്മേഷൻ yi = NA+, b × സമ്മേഷൻ xi എന്ന് കിട്ടി. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ y = a + bx വീണ്ടും എടുത്തു. ആദ്യം വേറൊരു സമ്മേഷൻ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് മാറ്റം വരുത്തിയത്. ഇനി ഞാൻ ഇതിനെ സമ്മേഷൻ xi വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ആദ്യം ഞാൻ വെറും ഒരു സമ്മേഷൻ രണ്ട് സൈഡിൽ കൊടുത്തു. ഇപ്പോൾ ഞാൻ സമ്മേഷൻ xi വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ സൈഡിൽ എനിക്ക് കിട്ടും സമ്മേഷൻ xi yi = ഈ സൈഡിൽ എങ്ങനെ വരും, ഇവിടെ a ഉണ്ടായിരുന്നത് ഇവിടെ സമ്മേഷൻ xi a ആവും, പ്ലസ് ഇവിടെ നമുക്ക് വെറും bx ഉണ്ടായിരുന്നത് അതെന്താവും, വെറും bx സമ്മേഷൻ bxi² വരില്ലേ. ഇവിടെ ഒരു x ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, സമ്മേഷൻ bxi² വരും. സോ നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ xi yi = a × സമ്മേഷൻ xi + b × സമ്മേഷൻ xi² എന്ന് കിട്ടി. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സമ്മേഷൻ xi = 0 കൊടുത്തു നോക്കുക. സമ്മേഷൻ xi = 0 കൊടുക്കുമ്പോൾ ഫസ്റ്റിലെ ഇക്വേഷൻ എങ്ങനെ മാറും, ഇവിടെ xi 0 ആയി കഴിഞ്ഞാൽ ബാക്കി ഈ ഒരു ടേം പോയി, ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, സമ്മേഷൻ yi = na ഉണ്ടാവുള്ളൂ. അതിൽ നമുക്ക് a എന്ത് കിട്ടും, a = സമ്മേഷൻ yi/n എന്ന് കിട്ടും. സമ്മേഷൻ xi = 0 ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എങ്ങനെ മാറും, ഈ ഒരു ടേം 0 ആയി പോകും അല്ലേ. സമ്മേഷൻ xi = സമ്മേഷൻ xi² അല്ലേ. കാരണം ഇപ്പോൾ എനിക്ക് ഞാൻ രണ്ട് വാല്യൂസ് എടുക്കുകയാണ്, 2ഉം -2ഉം. എന്നിട്ട് അതിന് രണ്ടിൻ്റെ സം എടുത്താൽ എനിക്ക് എന്താ കിട്ടുക, 0 കിട്ടുക. ഞാൻ ഈ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം എടുക്കാൻ പോവാണ്, 4 + 4 അല്ലേ. കാരണം രണ്ട് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ -2ൻ്റെ സ്ക്വയർ + 4, അപ്പോൾ നമുക്ക് 8 കിട്ടുക. സോ 0 ≠ 8. സമ്മേഷൻ xi 0 എന്ന് വിചാരിച്ച് സമ്മേഷൻ xi² 0 ആവണമെന്നില്ല. സോ നമുക്ക് ഇവിടെ എന്തേ ആയുള്ളൂ, ഈ ഒരു ടേം 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും, b കിട്ടും. സോ വി ഗെറ്റ് b സമ്മേഷൻ xi² = സമ്മേഷൻ xi yi എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, b = സമ്മേഷൻ xi yi / സമ്മേഷൻ xi² എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മുടെ എയും ബിയും ഡെറിവ് ചെയ്ത് തരുന്നത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അപ്പോൾ എഴുതി നോക്കിയാൽ മതി. y = a + bx ആണെന്ന് അറിയണം. അവിടെ ആദ്യം രണ്ട് സൈഡിലും സമ്മേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, പിന്നെ രണ്ട് സൈഡിലും സമ്മേഷൻ xi ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ ഇങ്ങനെ പഠിച്ചു വെക്കണമെങ്കിൽ ഇങ്ങനെ നേരിട്ടിട്ട് പഠിച്ചു വെക്കാം. a = സമ്മേഷൻ yi/n, b = സമ്മേഷൻ xi yi/ സമ്മേഷൻ xi². അതിൻ്റെ പ്രോബ്ലം ഒരു പ്രത്യേക ടൈപ്പ് പ്രോബ്ലം ആണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ആ ഒരു മെത്തേഡ് ഡിസ്ക്രൈബ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മളൊരു മെത്തേഡ് ഡിസ്ക്രൈബ് ചെയ്തു. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് പി ചാർട്ടാണ്. പ്രൊസീജിയർ ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് പി ചാർട്ട് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ പി കാണണം അല്ലേ. പി എന്ന് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സി ചാർട്ടിൽ എന്തായിരുന്നു, നമ്മുടെ ഒരു ക്വസ്റ്റ്യനിൽ പ്രിപ്പയർ എ ചാർട്ട് ഫോർ നമ്പർ ഓഫ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ചാർട്ടാണ്. പ്രിപ്പയർ എ ചാർട്ട് ഫോർ ഫ്രാക്ഷൻ ഓഫ് ഡിഫക്റ്റീവ് എന്ന് ചോദിച്ചാൽ പി ചാർട്ടാണ്. സോ ഫ്രാക്ഷൻ ഓഫ് ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ചാർട്ട്, നമ്പർ ഓഫ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ചാർട്ട്. സി ചാർട്ട് നമ്പർ ഓഫ് ഡിഫക്ട്സ്, പി ചാർട്ട് ഫ്രാക്ഷൻ ഓഫ് ഡിഫക്റ്റീവ്സ്, എൻ പി ചാർട്ടോ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ്. നമ്പർ ഓഫ് ഡിഫക്ട്സ് സി, നമ്പർ ഓഫ് ഡിഫക്റ്റീവ് എൻ പി ആണ്.
സോ ഇവിടെ നമുക്ക് പി ചാർട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ പി ചാർട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ്സിൻ്റെ സാമ്പിൾ കാണാം. എന്താ ഈ ഡിഫക്റ്റും ഡിഫക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം? ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിനൊരു കംപ്ലൈൻറ്റ് എന്നേ അർത്ഥമുള്ളൂ. ഇപ്പോൾ ഏതൊരു സാധനത്തിനായാലും അതിനെന്തോ കേട്, ഒരു കംപ്ലൈൻറ്റ്, അത്രേ അതിനർത്ഥമുള്ളൂ. ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കേട് വന്ന സാധനം അല്ലേ. ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് എന്ന് മാത്രം. ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് വന്ന സാധനത്തിനെയാണ് നമ്മൾ ഡിഫക്റ്റീവ് എന്ന് വിളിക്കുക. സോ നമ്മൾ സി ചാർട്ടിൽ നോക്കുന്നത് മൊത്തത്തിൽ എത്ര കംപ്ലൈൻറ്റ്സ് അതിനുണ്ട്, ഡിഫക്ട്സ് ഉണ്ട് എന്നേ നോക്കിയെന്നുള്ളൂ. എത്ര കേട് വന്ന സാധനം എന്നില്ല. ഇപ്പം നമുക്ക് കുറേ മൊബൈൽ ഫോൺസ് ഉണ്ട്, ഒരു 100 മൊബൈൽ ഫോൺസ് ഉണ്ട്. ആ 100 മൊബൈൽ ഫോൺ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതിൽ ഈ കുറേ എണ്ണത്തിന് ചില കേടുകളൊക്കെ ഉണ്ട്. ഇതിന് ചിലപ്പോൾ 3 കേടുണ്ട്, ഇതിന് ചിലപ്പോൾ 1 കേടുണ്ട്, ഇതിന് കേട് തന്നെ അല്ല, ഇതിന് ചിലപ്പോൾ 2 കേടുണ്ട്. അങ്ങനെ ഓരോ കംപ്ലൈൻറ്റ്സ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഓരോ രീതിയിൽ എനിക്ക് കിട്ടുക. ചില ഫോണിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല, പക്ഷേ നമ്പർ ഓഫ് സി ചാർട്ട് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിഫക്ട്സ് ആണ് നോക്കുക. അതായത് ഇതിന് മൊത്തത്തിൽ എത്ര കേടുണ്ടോ ആ മൊത്തത്തിലുള്ള കേട് ഡിവൈഡ് ബൈ ഇതിൻ്റെ എണ്ണൊക്കെ ചെയ്തിട്ടാണ് അത് കാണുന്നത്. പക്ഷേ പി ചാർട്ട് അങ്ങനെയല്ല. പി ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെയിം എക്സാമ്പിളിൽ തന്നെ 3 എന്ന് പറഞ്ഞാൽ ഇത് കേട് വന്ന സാധനമാണ്, ഇതിന് 3 കംപ്ലൈൻറ്റ് ഉണ്ട്. ഈ ഒരു കംപ്ലൈൻറ്റ് ആണെങ്കിലും ഇതും ഡിഫക്റ്റീവാണ്, ഇതും ഡിഫക്റ്റീവാണ്. 0 ഇത് ഡിഫക്റ്റീവാണോ? അല്ല. 0 കംപ്ലൈൻറ്റ്സ് ആണ്, ഡിഫക്റ്റീവ് അല്ല. അടുത്തത് നമ്മുടെ 2 കംപ്ലൈൻറ്റ് ഉള്ള ആൾ, അയാളും എന്താണ്? ഡിഫക്റ്റീവാണ്. സോ കേട് വന്ന ആൾക്കാരെ മാത്രം തിരഞ്ഞുപിടിച്ച് ചെയ്യുന്നതാണ് ആര്? പി ചാർട്ട്. മറ്റേത് മൊത്തത്തിലുള്ള കംപ്ലൈൻറ്റ്സിൻ്റെ എണ്ണത്തിനെ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ കംപ്ലൈൻറ്റ്സിൻ്റെ എണ്ണം അല്ല, കേട് വന്ന ആളുകളെ എടുക്കുക, സെലക്ട് ചെയ്യുക. സോ ആദ്യം പി ചാർട്ടിൽ പി കാണാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ എത്ര എണ്ണം കേട് വന്നു, ആ കേട് വന്ന ഓരോ യൂണിറ്റും എടുക്കുക. അപ്പോൾ കേട് വന്ന നമ്പർ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ്സ് ഇൻ ദ സാമ്പിൾ. ഞാൻ ഇപ്പോൾ ഒരു സാമ്പിൾ എടുത്തു, അങ്ങനെ കുറേ സാമ്പിൾ എടുക്കുമല്ലോ ഞാൻ. സാമ്പിൾ നമ്പർ 1, 2, 3, 4 നമ്മുടെ പ്രോബ്ലത്തിൽ അങ്ങനെ. അപ്പോൾ ആദ്യം ഒരു സാമ്പിൾ എടുത്തു, സാമ്പിൾ നമ്പർ 1. ആ സാമ്പിളിൽ എത്ര കേട് വന്നതുണ്ട്? ആ സാമ്പിളിൽ എനിക്ക് ചിലപ്പോൾ ഒരു 10 കേട് വന്നിട്ടുണ്ട് വിചാരിക്കുക. ഞാൻ മൊത്തത്തിൽ ഞാൻ സാമ്പിളിലേക്ക് നടത്തുന്നത് എത്ര എലമെൻസിന് മുകളിലാണ്? 200 യൂണിറ്റ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഈ കേട് വന്ന 10 എണ്ണം ആരിൽ നിന്നാണ്? ഈ 200ൽ നിന്നാണ്. സോ എൻ്റെ പി എങ്ങനെയായിരിക്കും? 10/200 അല്ലേ. അതുപോലെ ഞാൻ അടുത്ത സാമ്പിൾ നമ്പർ 2 എടുത്തു. ആ സാമ്പിളിൽ എനിക്കൊരു 5 എണ്ണം കേട് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ കേട് വന്ന 5 പ്രൊഡക്റ്റ് ആരിൽ നിന്നാണ്? ഈ 200ൽ തന്നെയാണ്. സോ ഇവിടെ 5/200 ആയിരിക്കും പി. അങ്ങനെ ഓരോ സാമ്പിൾ നമ്പർ 1, 2, 3 എന്ന് നമ്മൾ എഴുതുന്ന ഓരോ സാമ്പിളിലും നമുക്ക് എത്ര കേടുള്ളതുണ്ടോ അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്മൾ ചെയ്യുന്ന സാമ്പിളിങ്ങിൽ ടോട്ടൽ ചെയ്യുന്നതിൻ്റെ എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് പി കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പി ബാർ അറിയണം. പി ബാർ എന്താ? പി ബാർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ കുറേ ഡിവൈഡ് ചെയ്തല്ലോ, കുറേ ഡിവൈഡ് ചെയ്ത് നമുക്ക് 10/200, 5/200 ആ ഡിവൈഡ് ചെയ്തതിനൊക്കെ കൂടി ഇപ്പോൾ ഒന്നിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. അങ്ങനെ ആ എല്ലാ വാല്യൂസും തമ്മിൽ സം ചെയ്യണം. സോ സമ്മേഷൻ ഓഫ് പി, നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടിയ വാല്യൂ പി. അപ്പോൾ സമ്മേഷൻ ഓഫ് പി ഐ ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത തന്നെ ആരാ? ടോട്ടൽ യൂണിറ്റ്സ് ഇൻസ്പെക്റ്റഡ്. ഞാൻ മൊത്തത്തിൽ 200 ആളാണ് നോക്കാൻ നിന്നെങ്കിൽ 200 ആളായിരുന്നു നേരത്തെ ഡിവൈഡ് ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ സാമ്പിൾ നമ്പർ എടുത്തല്ലോ, സാമ്പിൾ നമ്പർ 1, സാമ്പിൾ നമ്പർ 2, അങ്ങനെ എത്ര സാമ്പിൾസ് ചെക്ക് ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ. സോ ഇത് ടോട്ടൽ എത്ര യൂണിറ്റ് ചെക്ക് ചെയ്തു എന്നുള്ളതാണ്, ഇവിടെ എത്ര സാമ്പിൾസ് ചെക്ക് ചെയ്തു എന്നുള്ളതാണ്. സോ യൂണിറ്റ്സ് എത്ര? ഇവിടെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ടോട്ടൽ യൂണിറ്റിൻ്റെ എണ്ണമാണ്. ഇവിടെ നമ്മുടെ സാമ്പിളുകൾ എത്ര എണ്ണം എടുത്തു എന്നാണ്. ഇപ്പം ഞാനൊരു 10 സാമ്പിളുകളാണ് എടുത്തതെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്ത് കിട്ടിയതിനെ തമ്മിൽ സം ചെയ്തിട്ട് ഡിവൈഡ് ബൈ 10 ചെയ്താൽ മതി. എത്ര സാമ്പിളുകളാണോ ഞാൻ എടുത്തത് അതായിരിക്കും ഇവിടെ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ അല്ല. സോ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് നമ്മുടെ പി ബാർ എങ്ങനെ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ഇൻ ആൾ ദ സാമ്പിൾസ്. അതായത് എല്ലാ സാമ്പിളിലും കൂടി നമുക്ക് എത്ര ഡിഫക്റ്റീവ്സ് ഉണ്ടോ അതിനെ നമ്മൾ എല്ലാത്തിനെയും കൂടി കൂട്ടും. പി ബാർ എന്താ? നമ്മൾ ഇതുപോലെ ഇവിടെ ഈ ഡിവൈഡ് ചെയ്ത് കിട്ടിയില്ലേ ഈ പി. അപ്പോൾ ആ ഒരു പി ഡിഫക്റ്റീവാണ് നമ്മുടെ ഈ പി കാണാനാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ടോട്ടൽ നമ്പർ മൊത്തത്തിൽ എത്ര ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടിയോ അതിനെല്ലാത്തിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ എത്ര നമ്പറാണ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്തത്, എത്ര സാമ്പിളാണ് നമ്മൾ കമ്പൈൻ ചെയ്തത്, ആ സാമ്പിൾസിൻ്റെ എണ്ണം ഇവിടെ എഴുതും. ഇനി നമ്മൾ കൺട്രോൾ ലൈനും നമ്മുടെ അപ്പർ കൺട്രോൾ ലൈനും ലോവർ കൺട്രോൾ ലൈനും കണ്ടാലല്ലേ നമുക്ക് കൺട്രോൾ ചാർട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. സോ കൺട്രോൾ ലൈൻ എന്ത് തന്നെയാണ്? നമ്മുടെ ഈ കിട്ടിയ പി ബാർ തന്നെയാണ്. അപ്പർ കൺട്രോൾ ലൈൻ എന്തായിരിക്കും? അപ്പർ കൺട്രോൾ ലൈൻ ഇവിടെ ഉള്ളത് നമ്മുടെ പി പ്ലസ്, നമ്മുടെ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മ്യൂ പ്ലസ് 3 സിഗ്മ, മ്യൂ മൈനസ് 3 സിഗ്മ നേരത്തെ, അതുപോലെ പി പ്ലസ് ഇവിടെ നമ്മുടെ എന്തായിരിക്കും? 3 ഇൻറ്റു സിഗ്മ. ഇവിടെ ആരാണ്? സിഗ്മ ഇവിടെ നേരത്തെ തന്നെ ഏതോ തിയറീൻ്റെ കൊടുത്ത് പറഞ്ഞു തോന്നുന്നു. 1 മൈനസ് പി ബാർ ഡിവൈഡഡ് ബൈ എൻ ആയിരിക്കും ഇവിടെ എന്ത്? അപ്പർ കൺട്രോൾ ലിമിറ്റ്. ലോവർ കൺട്രോൾ ലിമിറ്റ് എന്തായിരിക്കും? പി മൈനസ് 3 സിഗ്മയാണ്. ഇവിടെ സിഗ്മ എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? പി മൈനസ് 3 ഇൻറ്റു സിഗ്മ ആരവിടെ? പി ബാർ ഇൻറ്റു 1 മൈനസ് പി ബാർ ഡിവൈഡഡ് ബൈ എൻ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ പി ചാർട്ട് ഉണ്ടാക്കാനുള്ള പ്രൊസീജിയർ. ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതണം. ഇത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ ഈ ഒരു സംഭവം കണ്ട് കൺഫ്യൂസിങ് ആവേണ്ട. ഞാൻ പറയാം, ടോട്ടൽ എത്ര എണ്ണാണോ നമ്മൾ ചെക്ക് ചെയ്യാൻ നിൽക്കുന്നത്, ടോട്ടൽ യൂണിറ്റ്സിന് ഓരോ എലമെൻസുമായിട്ട് ഓരോ സാമ്പിളിൽ എത്ര ഡിഫക്റ്റീവ് ഉണ്ടോ അതിനൊക്കെ ടോട്ടൽ യൂണിറ്റുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കുറേ വാല്യൂസ് കിട്ടും. ആ
ആ കുറേ വാല്യൂസിനെ തമ്മിൽ സം ചെയ്തിട്ട് എത്ര സാമ്പിൾസ് എടുത്തോ അതിനുമായിട്ട് ഡിവൈഡ് ചെയ്താൽ പി ബാർ കിട്ടും. പിന്നെ നമുക്ക് കൺട്രോൾ ലൈനും അപ്പർ കൺട്രോൾ ലൈനും ലോവർ കൺട്രോൾ ലൈനും വരയ്ക്കാവുന്നതാണ്. സോ ഇത് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. ഇത് തിയറിക്കലി ആണ് ചോദിച്ചിട്ടുള്ളത്, പ്രോബ്ലം ചോദിച്ചിട്ടില്ല. സോ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഇത് പറയായിരുന്നു. ഇനി നമുക്ക് നേരെ മൂവ് ചെയ്യാം. സോ ഈ വീഡിയോയിലും ഒരു പരമാവധി ലെങ്ത് ആയി കഴിഞ്ഞു. ഇനി വീഡിയോ എത്രത്തോളം ഇതിനെ മുഴുവൻ ഇടാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ടാണ്. സോ നമ്മൾ ഇതിന് മുമ്പുള്ള പാർട്ട് സി, സീസണൽ വേരിയേഷനും സൈക്കിളിക്കൽ വേരിയേഷനും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ യൂസസ്, പ്രോസസ് കൺട്രോളും പ്രൊഡക്റ്റ് കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്താണെന്നുള്ളത്, സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ആൻസർ ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാം. സോ ആ ഡിസ്ക്രിപ്ഷനിൽ പോയി ചെക്ക് ചെയ്യുക. അതിൽ പാർട്ട് സിയും പാർട്ട് എയും ഡിയും വേണമെങ്കിൽ ഞാൻ അതിൽ അറ്റാച്ച് ചെയ്യാം. പാർട്ട് ഡിയും ഇയും ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതിലിനി വിട്ടത് സാമ്പിൾ സർവേൻ്റെ പോയിൻറ്റ്സ്. ആ സാമ്പിൾ സർവേൻ്റെ പോയിൻറ്റ്സ്, സാമ്പിൾ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇനി ഓവറാൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആ ഒരു വിഷയത്തിൽ മെട്രിസസും തിയറിഫിക്കേഷനും കംപ്ലീറ്റ് പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത്. നിങ്ങൾ വെക്ടേഴ്സ് സ്കിപ്പ് ചെയ്താലും ഇവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റിലെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ ഞാൻ പറയാം, നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ എല്ലാ ചാപ്റ്ററിൻ്റെയും പിന്നിൽ സപ്ലിമെൻ്ററി പ്രോബ്ലംസ് ഉണ്ട്. സപ്ലിമെൻ്ററി പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പോലെ ABCD കൊടുത്തിട്ട് നിങ്ങൾ അങ്ങനെ AB ഓപ്ഷൻ നോക്കല്ല. അതിലൊരുവിധം തിയറി ഏരിയാസൊക്കെ അതിലവർ ഒബ്ജക്റ്റീവായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ചിലത് അവർ കൊടുത്ത ഓപ്ഷൻ ആൻസർ തെറ്റാൻ തോന്നുന്നുണ്ട്. എന്നാലും ആ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനെങ്കിലും ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പ്രോബ്ലംസും നോക്കുക. പാർട്ട് സി എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആൻസർ എനി 3 ആണ്. ആൻസർ എനി 3 എന്ന് പറയുമ്പോൾ അവിടെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 5 ക്വസ്റ്റ്യൻസിൽ 2 എണ്ണം വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. അതായത് എക്സ്പ്ലെയിൻ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗും ഡിസ്ക്രൈബ് സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. സോ ഫസ്റ്റ് ചാപ്റ്റർ സ്കിപ്പ് ചെയ്യണം. പാർട്ട് ഡി എടുക്കുകയാണെങ്കിൽ അതിലും ക്വസ്റ്റ്യൻ നമ്പർ 27 ഹൗ വിൽ യു കണ്ടക്ട് എ സാമ്പിൾ സർവേ സ്പെഷ്യൽ പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ തിയറി വലിച്ചു വാരി എഴുതുമ്പോൾ നമുക്ക് സമയവും പോവും. പിന്നെ നമുക്ക് അവിടെ മാർക്ക് ചിലപ്പോൾ അവർ ഉദ്ദേശിച്ച പോയിന്റ്സ് ഇല്ലെങ്കിൽ മാർക്കും കിട്ടില്ല. സോ ഞാൻ പറയാം, ഫസ്റ്റ് ചാപ്റ്റർ സ്കിപ്പ് ചെയ്താലും അവിടെ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻസർ ഇനി 4 ഉള്ളൂ. സോ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനും നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓർ ക്വസ്റ്റ്യൻ ഉള്ളതാണ്. പാർട്ട് ഇയിലാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നില്ല. സോ നിങ്ങൾ അഥവാ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ മൊഡ്യൂൾ 1 സ്കിപ്പ് ചെയ്തോളൂ. എന്നാൽ അതിലെ സപ്ലിമെൻ്ററി പ്രോബ്ലംസിൽ MCQ പോലെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ കവർ ചെയ്യാം. ബാക്കി മൊഡ്യൂൾ 2ഉം 3ഉം 4ഉം നിങ്ങൾ കംപ്ലീറ്റ് നന്നായിട്ട് നോക്കുക തന്നെ വേണം. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. അത് ഞാൻ ടെക്സ്റ്റ് നോക്കി എഴുതിയത് തന്നെയാണ്. കാരണം എനിക്ക് ഇതുവരെ നോട്ട്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നോട്ട് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ PDF അറ്റാച്ച് ചെയ്താണ്. സോ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ ആ നോട്ടിൻ്റെ PDF അറ്റാച്ച് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റാച്ച് ചെയ്യാം. സോ ഇതുവരെ കിട്ടാത്തവർ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. എല്ലാവരും നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക.